ഞാൻ അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കന്യാനുമേ 40 കൂട്ടായ്മയുടെ സഹായത്താൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ആം, ഹായ് ഷിബു ഹായ് ചേട്ടാ. ഷിബു ചേട്ടാ. ഹായ് ഷിബു ചേട്ടാ. ഞായറാഴ്ചകളിലെ ഈ ചരിത്ര പഠനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് ഓരോ അറിവുകളും നമ്മൾ കിട്ടുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തില്. പ്രത്യേകിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം എനിക്കും ഒരു പഠനം തന്നെയാണ്. പലപ്പോഴും പുതിയ പുതിയ കാര്യങ്ങള് ഓരോ ദിവസം തോറും കണ്ടുപിടിക്കാനും ആർജിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതിന് ഗ്രൂപ്പിനോട് ആദ്യമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പറ്റി പറയാനുള്ള ഒരു കാരണം എന്താണ്? നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങളിലെ കുറെ തത്വങ്ങളെങ്കിലും നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ്. ചിലത് എടുക്കാണ്ടിരുന്നതും ചില കാര്യങ്ങൾ എടുത്തതും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മാതൃകയിൽ നിന്നാണ്. അപ്പൊ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അവിടെ. നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച ഞാൻ പറഞ്ഞു. പോസിറ്റീവ് കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു മൊത്തം ഒരു അതെങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്, എന്താണ് അതിന്റെ ഒരു ആകെ ഒരു ഭാവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നമുക്ക് ഒരു അംഗമാകാൻ കഴിയില്ല. കാരണം എന്താണ്? അതിന് ഒരു അംഗത്വത്തിന്റെ പട്ടികയോ ഇങ്ങനെ നമ്മള് സബ്സ്ക്രിപ്ഷനുകളോ ബാഡ്ജുകളോ അല്ലെങ്കിൽ അതിൻ്റെതായ ചില നിയമങ്ങളോ അത് മാത്രമല്ല, കൃത്യമായിട്ട് ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പല രാജ്യങ്ങളിലും പല പദവികളിലും തൊഴിലിലും ഒക്കെ അല്ലെങ്കിൽ പല വ്യാപാരത്തിലും ഒക്കെ ഏർപ്പെട്ടിരുന്ന ആളുകള് തങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയും ഒരു ആത്മീയ മാർഗനിർദ്ദേശ പ്രകാരം അല്ലെങ്കിൽ ആത്മീയ ജീവിത നിലവാരം പുലർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ പേരാണ് ഓക്സ്ഫോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ ഒരു മതമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതിന് പ്രത്യേക ശ്രേണികളില്ല, ബ്രാഞ്ചുകളില്ല, ക്ഷേത്രങ്ങളില്ല, എൻഡോമെന്റുകളില്ല. അത് മാത്രമല്ല, അതിന്റെ തൊഴിലാളികൾക്ക് ശമ്പളമില്ല, പ്രത്യേക ഒരു പദ്ധതികളൊന്നുമില്ല. ദൈവത്തിന്റെ പദ്ധതിയാണ് അതിനുള്ളത്. ഓരോ രാജ്യവും അവരുടെ രാജ്യമാണ്. ഓരോ മനുഷ്യനും അവരുടെ സഹോദരന്മാരാണ്. ആത്മീയ കവചം ധരിച്ച് ആധുനിക വസ്ത്രത്തിൽ നടക്കുന്ന ഒരു ആധുനിക വസ്ത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് പ്രത്യേകതരം വസ്ത്രങ്ങളില്ല. ഏതെങ്കിലും മതാനുഷ്ഠാനത്തിന്റെ ഇതായി വരുന്ന വസ്ത്രങ്ങളൊന്നുമില്ല. പക്ഷെ അവർക്കൊരു ആത്മീയ കവചമുണ്ട്. അപ്പൊ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പലപ്പോഴും അപരിചിതരുടെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഇംഗ്ലണ്ടിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് നാമമാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് കേന്ദ്രമായിട്ട് ഉപയോഗിക്കുന്നതെന്നും ക്രിസ്തു മതത്തിന്റെ ചില കാര്യങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ സംശയത്തിനിടയാക്കാറുണ്ട്. പിന്നെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലുള്ള കത്തോലിക്ക പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് ഇതെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ പലപ്പോഴും പള്ളികൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്, പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. ടെന്റൊക്കെ കെട്ടിയിട്ടുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കാറുണ്ട്. അപ്പോ എല്ലാ മനുഷ്യരെയും തങ്ങൾ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും സ്വീകരിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തങ്ങളാണ് എന്ന് കരുതുന്ന, എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. ഇപ്പൊ ലോകത്തിൽ പല വിശ്വാസങ്ങളുണ്ടെന്നും നമുക്ക് ചുറ്റും പൊതുവായിട്ട് പല നേട്ടത്തിനായിട്ട് ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ടെന്നും, എന്നാൽ ഒരു ആത്മീയ ജീവിതം നയിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ആത്മീയതയിൽ ജീവിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഇവര് ദൈവത്തിന് നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നതിലൂടെ ആവിഷ്കരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ അംഗങ്ങൾ. ആ പദ്ധതിയിൽ തുടരാനും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ ജീവിതത്തെ മാറ്റിമറിച്ച ഒരുപാട് അത്ഭുതങ്ങൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഉള്ളില് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ അനേകം ആളുകള് മനസ്സിന്റെയും സന്തോഷവും ചില ശാരീരിക രോഗത്തിൽ നിന്നുള്ള മോചനമൊക്കെ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തിയതായിട്ട് തെളിവുകളുണ്ട്. ദൈവത്തിന് കീഴടങ്ങുക എന്നതിനർത്ഥം അവർക്ക് സാധ്യമാണെന്ന്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയതിനേക്കാൾ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതം തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്.
അതായത് ഒരു ജന്മം ലോകത്തിലേക്ക് ഒരു പുനർജന്മം നേടുക, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുക്കുന്നതിലേക്കായി ഒരു പുനർജന്മം നേടുക. അത് ജീവിതത്തിലെ ഏറ്റവും മികച്ചതും മൂല്യവത്തുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അവർ വിശ്വസിച്ചു. പ്രത്യേകിച്ച് ഈ മനുഷ്യന്റെ ലൈംഗികപരമായിട്ടുള്ള കഴിവുകൾ അത് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലാണ്. പക്ഷെ അതിനുള്ള അതൊരു പാപത്തിന്റെ തടവിലായിട്ട് ചിന്തിക്കേണ്ട കാര്യമല്ല. ലോകത്തുള്ള എല്ലാ ആധുനിക ജ്ഞാനമുള്ള ആളുകൾക്ക് ഒരു യാഥാർത്ഥ്യമായിട്ട്, അതായത് പാപചിന്തകൾക്കുപരിയായി ഈ ലൈംഗികതയും മറ്റു പാപങ്ങളെയും എല്ലാം കാണാനായിട്ട്, അല്ലെങ്കിൽ മറ്റു കഴിവുകളെല്ലാം കാണാനായിട്ട് ഇവർ സഹായിക്കുന്നതാണ്. അപ്പോ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ യഥാർത്ഥ സന്തോഷം ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ജീവിതത്തിന് ലഭിക്കുന്നു. ഇതാണ് ഈ ആത്മീയതയുടെ ഇവരുടെ അടിസ്ഥാനം. അതായത് ജീവിത മൂല്യങ്ങളെ കുറിച്ചുള്ള യാഥാർത്ഥ്യപരമായ ഒരു ബോധം, ആത്മീയത എന്താണ്, ഭൗതികത എന്താണ് എന്ന് മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യ ബോധം. അങ്ങനെ അവര് ഒരു വിവേകികളായിട്ട് മാറുന്നു. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് ഒരുപാട് തെളിവുകളുണ്ട്. അത് ഒരുപാട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, പുസ്തകങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ജീവിതത്തിന് മാറ്റമുണ്ടായ ചില അത്ഭുതങ്ങൾ ആ പുസ്തകത്തിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പുകൾ, ഹൗസ് പാർട്ടികൾ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രൂപ്പുകളാണ്. അത് പല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ അവർ ക്രമീകരിച്ച് വലിയ ഒത്തുചേരലുകളും സാധാരണ ചെറിയ ഒത്തുചേരലുകളിലെല്ലാം അവര് ഈ പറയുന്ന തെളിവുകൾ, ജീവിതത്തിൽ മാറ്റമുണ്ടായ തെളിവുകൾ വിതരണം ചെയ്യുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സാക്ഷികളിൽ നിന്നാണ് ആയിരക്കണക്കിന് പേര് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് ചേരുകയും ജീവിതത്തെ മാറ്റിമറിച്ചതും. എല്ലാവർക്കുമായി ചെയ്യാൻ കഴിയുന്നതായ കാര്യങ്ങളെ സ്വന്തം ജീവിതത്തിന്റെ തെളിവുകളാൽ അവർ വെളിപ്പെടുത്തുന്നു. അതായത് അപ്പോ ഓരോ വ്യക്തികളും തങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുകയും, ഞാൻ ഒരു മിനിറ്റ് എടാ ഒന്ന് മ്യൂട്ട് ചെയ്തടാ, വേണിച്ചേട്ടനൊന്ന് മ്യൂട്ട് ചെയ്ത്, ഞാൻ എന്റെ ഇതാക്കിയില്ല, ഉണ്ണീനെ ഇതാക്കാൻ മറന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് എടാ, ഒരു സെക്കൻഡ്. എനിക്ക് അരുൺഘോഷിനെ ഇതാക്കാൻ പറ്റുന്നില്ല, മ്യൂട്ട് ചെയ്തു. ഓക്കെ, ഞാൻ ഈ ഫോണിൽ നിന്ന് പറയുന്നില്ല, അതുകൊണ്ടാണ് ഒരു വിഷയം. അപ്പം ജീവിതത്തിൽ ഒരു പരിവർത്തനം ചെയ്യാനായിട്ട് ആണ് ഇവര് ഈ ഹൗസ് പാർട്ടികൾ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് ഈ ഗ്രൂപ്പുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇതെന്താണ് ആത്യന്തികമായി സംഭവിച്ചത്? അപ്പോ ഒരുപാട് വിവാഹ മോചനത്തിൽ നിന്ന് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ടായ പണക്കകൾ മാറി അവരൊരു പരസ്പരം ധാരണയിലേക്ക് എത്തി. ഏകാന്തരായ ആളുകള് ഈ ഗ്രൂപ്പുകളിലൊക്കെ പോയി ഒരു സൗഹൃദത്തില് ഏർപ്പെട്ടു. അല്ലെങ്കിൽ പാപങ്ങൾ എന്ന് പറഞ്ഞ് അവർ ചിന്തിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു സ്വതന്ത്രരായിട്ട് ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് മാറുകയും പുനർജനിക്കുക എന്നുള്ളൊരു ആശയത്തിലേക്ക് അവരെത്തുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് പല ആത്മഹത്യകളും ഒഴിവായി. ഉപയോഗപ്രദവും സന്തോഷപരവുമായിട്ടുള്ള ഒരു ജീവിതം സ്ത്രീകളും പുരുഷന്മാരും നയിക്കുന്നു. പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആളുകൾ ഭാവിയിൽ ഒരു നല്ല ഉദ്ദേശത്തിനായിട്ട് തങ്ങളുടെ ജീവിതം മാറ്റി വെക്കുന്നു. അപ്പോ ജീവിതത്തെ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ജീവിതത്തെ കുറിച്ച് ഒരു വലിയ മാറ്റം, അല്ലെങ്കിൽ വലിയ ലക്ഷ്യങ്ങൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അവർക്ക് കൊടുത്തു. അന്നത്തെ കാലത്തൊക്കെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനമൊക്കെ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. പക്ഷെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലൊക്കെ പോന്റെ ഒരു എൻട്രി, അതിനകത്തൊക്കെ ഒരുപാട് കുറവുകൾ സംഭവിച്ചു എന്നൊക്കെ പിന്നീട് പറയാം. പിന്നീട് ആൽക്കഹോളിക്സ് അനോണിമസിനെ പറ്റിയും അങ്ങനെ പറയുന്നുണ്ട്. വിവാഹ മോചനത്തിന്റെ എണ്ണം കുറയാനായിട്ട് സഹായിച്ചതൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോ
ഈ ഭക്തി എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥത പോലെയും അല്ലെങ്കിൽ മറ്റ് പുറം ജാതികളുള്ളവരെ അന്ധമായിട്ട് അവരെ വെറുക്കുന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള ഒരു ആത്മീയ സാമാന്യ ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിനായിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പങ്കുവച്ചത്. ആം, ഈ ലോകം മുഴുവൻ ഒരു ദൈവത്തിന്റെ പരിപാലനത്തിലാണെന്നും ആം, അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് എന്നും അവർ വിശ്വസിക്കുന്നു. അപ്പം ആഹ് നമുക്കറിയാം അവരുടെ പ്രധാന താക്കോലുകൾ തികഞ്ഞ സത്യസന്ധതയും സമ്പൂർണ്ണ വിശുദ്ധിയും തികഞ്ഞ നിസ്വാർത്ഥതയും തികഞ്ഞ സ്നേഹവുമാണ്. എല്ലാം പെർഫെക്റ്റ് 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 എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ പോയിന്റുകൾ പലപ്പോഴും നമ്മൾ എയിൽ സ്വീകരിച്ചത് അതിന്റെ ഈ പരിപൂർണതയെ ഒഴിവാക്കിക്കൊണ്ടാണ്. കാരണം പരിപൂർണതയിലേക്ക് എത്താനായിട്ട് മനുഷ്യന് കഴിയില്ല എന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ എടുക്കുകയും ചില കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാല് ഒരു വീട് അല്ലെങ്കിൽ കുറെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഭൗതിക പ്രതിബന്ധതകൾക്കാൾ ഉപരിയായിട്ട് ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നാം ആത്മീയമായി ജീവിക്കുക എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീക്ഷ്ണതയോടുകൂടി ദൈവത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. ഈ സമ്പൂർണത, ഈ 4 പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ സമ്പൂർണതയാണ്. അപ്പം ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഈ ചിന്തകൾ ഈ പരിപൂർണത വരുന്നത് ഒരു സൗന്ദര്യമാണെന്നാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാര് വിശ്വസിക്കുന്നതും അവരതിനെപ്പറ്റി പഠിപ്പിക്കുന്നതും. ഒരു പിന്നെ അവർ പറയുന്നത് വെച്ചാല് എല്ലാവർക്കും ഇത് സാധിക്കില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ സമ്പൂർണ്ണ സത്യസന്ധതയും സമ്പൂർണ്ണ വിശുദ്ധിയും സമ്പൂർണ്ണമായിട്ടുള്ള നിസ്വാർത്ഥതയിലും സമ്പൂർണ്ണ സ്നേഹത്തിലും ജീവിക്കാൻ കഴിയുന്ന ആണ്. അപ്പൊ എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നുള്ള ബൈബിൾ വാക്കുകളൊക്കെ അവരുപയോഗിക്കാറുണ്ട്. അപ്പോ ഈ ഭൗതികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികതയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഭക്തിപരമായിട്ടുള്ള ജീവിതത്തെ കുറിച്ചല്ല അവര് ചിന്തിച്ചിരുന്നത്. സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ മനുഷ്യനെ മൊത്തത്തിൽ സമ്പൂർണമായിട്ട് സ്നേഹിക്കണമെന്നും അങ്ങനെ തോന്നണമെന്നുള്ളതാണ്. അപ്പം ഈ നിസ്വാർത്ഥത അല്ലെങ്കിൽ സ്വാർത്ഥത എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതായത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യാതെ ഭൗതിക ജീവിതം നയിക്കുക, അല്ലെങ്കിൽ സ്വന്തം ഇച്ഛാശക്തിയുടെ പ്രലോഭനങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സ്വാർത്ഥതയെ കുറിച്ച് അവർ പറയുന്നത്. അപ്പൊ അത് പൂർണ്ണമായും നിസ്വാർത്ഥതയിലേക്ക് വരണമെന്നും അങ്ങനെ ഒരു ദൈവകൃപ നേടിയെടുക്കണമെന്നും അങ്ങനെ ആയാൽ മാത്രമാണ് നമുക്ക് ഈ ഈ പറയുന്ന നിസ്വാർത്ഥത കൊണ്ടും സത്യസന്ധത കൊണ്ടും സ്നേഹം കൊണ്ടും ഒരു ആത്മീയ ജീവിതം നയിച്ച ഒരു പുനർജന്മം നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഈ 4 പ്രായോഗിക ആത്മീയ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്നത്. അപ്പോ ഇതിനകത്ത് എന്താന്ന് സംഭവം എന്ന് വെച്ചാല് നമ്മുടെ പാപങ്ങളും പ്രലോഭനങ്ങളും മറ്റുള്ളവരായിട്ട് പങ്കിടുക, അതായത് ഗ്രൂപ്പിലുള്ള മറ്റുള്ള ആളുകളുമായിട്ട് പങ്കുവെക്കുക. ഈ പങ്കിടുന്നത് ഈ താൻ മാറ്റിയ ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു സാക്ഷിയായിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ പാപം പറയുമ്പോൾ എന്റെ പാപം ഇതാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ പാപങ്ങൾ അവർക്ക് തിരിച്ചറിയാനും സാധിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതവും ഭൂതകാലവും വർത്തമാനവും ഭാവിയും എല്ലാം ദൈവത്തിന്റെ സംരക്ഷണത്തിനും മാർഗനിർദ്ദേശത്തിനും സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ തെറ്റ് ചെയ്ത അല്ലെങ്കിൽ അനീതിപരമായിട്ട് ലോകത്ത് ജീവിച്ച എല്ലാവർക്കും പുനരധിവസിക്കാനും ഒരു പുനർജന്മം നേടാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് എല്ലാവരെയും കേൾക്കുക, എല്ലാവരെയും സ്വീകരിക്കുക എന്നുള്ള ആദർശമാണ്. അപ്പോ ഒരു ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ആശ്രയിക്കുക, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പൊ മാറിയ ജീവിത രീതി നയിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഈ ആശയങ്ങൾ പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. അതിനു മുമ്പ് പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ആളുകൾ സ്വീകരിച്ചു വന്ന കുറെ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവരൊരു ഗ്രൂപ്പാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തികളെ മാത്രമല്ല, ഒരു രാജ്യത്തെ ഇവരെല്ലാവരെയും
ചേർത്ത് പിടിക്കുക, എല്ലാവരെയും പാപത്തിൽ നിന്ന് മോചിക്കുക എന്നുള്ള ഒരു ആശയത്തില് ആണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ എല്ലാ പട്ടണങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ വളരെ പടർന്ന് പന്തലിച്ച. നമുക്കറിയാം, ഇന്ത്യയിൽ പോലും ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മകൻ പോലും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് തെളിവുകളുണ്ട്. അപ്പോ ഈ അതുപോലെ തന്നെ നമ്മുടെ ഫ്രാങ്ക് ബുച്ച്മാൻ നമ്മുടെ പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഒരു വൈഡ് ആയിട്ടുള്ള ലോകം മുഴുവനും ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വലിയ വലിയ പദ്ധതികളാണ് ഇവര് ഉം, ആവിഷ്കരിച്ചത്. പ്രത്യേകിച്ച് ഹൗസ് പാർട്ടികള്, ആഹ്, പല പല ഈ ഹൗസ് പാർട്ടികളിലാണെങ്കിൽ ആ അതിഥികളെ ക്ഷണിക്കുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹികമായിട്ട് പല പദവികളിൽ ഇരിക്കുന്ന ഗവർണർമാര്, അവിടുത്തെ മിനിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് ഈ ഹൗസ് പാർട്ടികളിൽ കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ പല ആളുകളും അങ്ങനെ വരികയും പിന്നെ അവര് അവരുടെ ജീവിതത്തിൽ ഇതൊരു ആത്മീയ ജീവിതമായിട്ട് മാറ്റുന്നതിനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ അവരും പരിവർത്തനം വന്നതൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഒരാൾ ഈ ലോകത്ത് ഒരു ആത്മീയമായിട്ട് ഒരു ദീപസ്തംഭമായി ജീവിക്കുക, മറ്റുള്ളവര് അയാളെ കാണുകയും പിന്നെ ഇയാൾ പോകുന്ന ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ധരിക്കുകയും അങ്ങനെ ഇത്തരം ഹൗസ് പാർട്ടികളിലേക്ക് ധാരാളം ആളുകൾ എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നു. മതപരമായ ഒരു കൺവെൻഷന്റെ മതപരമായ കൺവെൻഷന്റെ സ്വഭാവത്തിലല്ല പല യോഗങ്ങളും. ആം, ഉം, ഈ പാർട്ടികളില് വരുന്ന അതിഥികളായി തന്നെയാണ് കണക്കാക്കുന്നത്. ആഹ് അവര് ഇവിടെ വരുമ്പോ ഒരു തുല്യത അനുഭവപ്പെടുന്നു. ഞാൻ ഇച്ചിരി മുന്തിയ രീതിയിലുള്ള ആളാണ്, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതെങ്കിലും സാമൂഹിക ചുറ്റുപാടില് ഗവർണറോ അതുപോലെയുള്ള ഏതെങ്കിലും സാമൂഹിക മായിട്ടുള്ള അധികാരത്തിലുള്ളവരാണെങ്കിൽ പോലും ഇതിന്റെ ഉള്ളിൽ വരുമ്പോ ആം, നമുക്ക് ഒരുമ അനുഭവപ്പെടുന്നു, ഒരു ഐക്യം അനുഭവപ്പെടുന്നു. ആഹ് അപ്പൊ ഇവിടെ ഇപ്പൊ ചില തമാശകൾ പറയാറുണ്ട്. ഈ അപരിചിതന്മാര് തമ്മില് ആരോഗ്യകരമായ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവര് എക്സർസൈസും അങ്ങനെയുള്ള കൂടിച്ചേർന്നിട്ടുള്ള രാവിലെയൊക്കെ എണീറ്റ് ഇവര് എക്സർസൈസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഇതിനകത്ത് പാസിറ്റോണിലൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ജാതിയിൽ നിന്നോ മതത്തിൽ നിന്നോ ഉള്ള ഒരു വേർതിരിവുണ്ടായിരുന്നില്ല. എല്ലാവരെയും ഈ ഹൗസ് പാർട്ടികളിൽ അവർ ഒരുപോലെയാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരു സാമൂഹിക സമത്വം, നമ്മുടെ വിശ്വാസം എന്തായിക്കോട്ടെ, തൊഴിൽ എന്തായിക്കോട്ടെ, കാഴ്ചപ്പാടുകൾ എന്തായിക്കോട്ടെ, അതൊന്നും ഇവിടെ ഒരു പ്രശ്നമായിരുന്നില്ല. ആഹ് നമുക്ക് ഒരു വൈകല്യങ്ങളുണ്ട് എങ്കിൽ അത് അവിടെ ഏറ്റുപറയുക. അങ്ങനെ പ്രത്യേകിച്ച് ഈ അമേരിക്ക, കാനഡ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരം ജനങ്ങള് കൂടുതൽ ഇതിനകത്ത് താല്പര്യം കാണിച്ചു. പ്രത്യേകിച്ച് ഇവരുടെ ഒരു ടീം വർക്ക്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു ടീം വർക്ക്. കാനഡയിലൊക്കെ ആണെങ്കിൽ ബെന്നറ്റ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പങ്കെടുത്തതായി ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ദക്ഷിണാഫ്രിക്കയിലാണെങ്കിലും പിന്നെ നമ്മുടെ ജർമ്മനിയിൽ അവർ മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോ ഹിറ്റ്ലറെ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചതൊക്കെ ആയിട്ട് നമുക്ക് ചരിത്രത്തിൽ പറയുന്നുണ്ട്. പിന്നീട് അത് നടക്കാതെ വരികയും ഹിറ്റ്ലർ ഇവരുടെ ശത്രുപക്ഷത്താവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലറെ പുകഴ്ത്തിക്കൊണ്ട് ഫ്രാങ്ക് ബുച്ച്മാൻ ഒരു പ്രസംഗമൊക്കെ ചെയ്യുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഫ്രാങ്ക് ബുച്ച്മാന് ക്രിസ്തു നേരിട്ട് അയച്ച പ്രവാചകനായിട്ടൊക്കെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്, അല്ല സോറി, ഹിറ്റ്ലറെ പറ്റി ഇദ്ദേഹം പറയുന്നത് കേട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ തന്നെയായാലും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു കൾച്ചർ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുക, എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും സ്വീകരിക്കുക, അങ്ങനെ അവരുടെ അധാർമികമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ധാർമ്മിക ജീവിതത്തിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പൊ ഈ ഫ്രാങ്ക് ബുച്ച്മാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അച്ഛനാണെങ്കിൽ പോലും അവര് ഈ ലോഹ പോലെയുള്ള വസ്ത്രങ്ങളൊന്നും ധരിച്ചില്ല. സാധാരണ വസ്ത്രങ്ങളാണ് അവര് ധരിച്ചിരുന്നത്. കാരണം അങ്ങനെ ഒരു പ്രത്യേക വ്യക്തിത്വ ഭാവം അവർക്ക് വേണ്ടിയിരുന്നതാണ്. ഇപ്പൊ സാംഷുമാക്കറാണേലും അങ്ങനെ ആയിരുന്നു എന്നാണ് പറയാ. അപ്പൊ ഇതെല്ലാം നമുക്ക് പാസറ്റോണിലൊക്കെ വായിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. അങ്ങനെ ഈ മതത്തിനേക്കാൾ ഉപരിയായി ഒരു ആത്മീയ ജീവിതം നയിക്കാനാണ് ഇവര് കൂടുതലായിട്ട് ശ്രമിച്ചിരുന്നത്. പിന്നെ
ഈ മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നത് ഒരു ബലഹീനതയായിട്ടാണ് പലപ്പോഴും മനുഷ്യന്മാർ കാണുക. പക്ഷേ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നമ്മുടെ ഒരു ലൈഫിൽ ഒരു മാറ്റം വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് പാസിറ്റോണിലെ പേജ് നമ്പർ 127 മുതൽ 132 വരെയുള്ള പേജുകളിലും 168 മുതൽ 174 വരെയുള്ള പേജുകളിലും കംസ് ഓഫ് ഏജിലെ പേജ് നമ്പർ 39-ലുമാണ് ഇതിനെപ്പറ്റി പറയുന്നത്. പല പുസ്തകങ്ങളും നമുക്ക് ആം, എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ദി ആക്രോൺ ജെനിസിസ് ആൻഡ് എ എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകമാണ് ഏറ്റവും ഒരു വലിയ ഇതിന്റെ ഒരു ചരിത്രം പറയുന്നത്. ദി ആക്രോൺ ജെനിസിസ് ആൻഡ് എങ്ങനെയാണ് അവിടെ നിന്ന് നമുക്കറിയാം 1935 മുതൽ 1939 വരെയുള്ള ഫ്ലൈയിങ് ബ്ലൈൻഡ് പീരീഡ്, അതായത് അന്ധകാരത്ത് സഞ്ചരിച്ചിരുന്ന ഒരു പദ്ധതിയോ പ്ലാനോ ഒന്നും ഇല്ലാതെ സഞ്ചരിച്ചിരുന്ന എഐക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളെല്ലാം അവിടെ നിന്നും നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സാം ഷുമാക്കർ നമ്മൾ അതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ സാം ഷുമാക്കർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റി കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ കാരണം നമ്മൾ പലരും പറയാറുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ എഐയില് വിജയ ശതമാനം കൂടുതലായിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ 35 മുതൽ 39 വരെയുള്ള ഈ ചെറിയ ഡ്രങ്കേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ് എന്നാണ് പറഞ്ഞിരുന്നത്. അവരുടെ ഇടയിൽ ഇവർക്ക് 100% വരുന്ന 100 പേരും ആത്മീയമായിട്ടുള്ള ഇത് സ്വീകരിക്കാനും മാറ്റപ്പെടാനും സഹായിച്ചു എന്നൊക്കെയാണ് നമ്മൾ ബിഗ് ബുക്കിൽ പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വന്നത് അവര് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഈ പറയുന്ന പാപങ്ങൾ പങ്കിടുക, അല്ലെങ്കിൽ ദൈവത്തിന് കീഴടങ്ങുക, അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് കീഴടങ്ങുക എന്നുള്ള ആശയങ്ങള് പാപങ്ങൾ വെട്ടി തുറന്നു പറയാം. ഇപ്പൊ സാംശുമാക്കർക്ക് തങ്ങളുടെ പാപങ്ങൾ വെട്ടി തുറന്ന് പറയാൻ അല്ലെങ്കിൽ പരസ്യമായി പറയാൻ മടിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പാപങ്ങള് തിരിച്ചറിയാനും വെളിച്ചത്ത് കൊണ്ടുവരാനും അവർക്ക് സഹായിക്കുകയും പരസ്പരം സൗഹൃദം പങ്കിടുകയും അങ്ങനെ മാനസികമായി ഇങ്ങനെ പാപങ്ങൾ പങ്കെടുക്കുന്നതിലൂടെ മാനസികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും പ്രത്യേകിച്ച് അവർ പറയുന്നത് രണ്ട് മനസ്സുകൾ ചേരുന്നത് ഒന്നിനേക്കാൾ നല്ലതാണെന്നാണ്. അപ്പൊ അതൊരു പഴഞ്ചൊല്ലാണ്, രണ്ട് മനസ്സുകൾ ഒരു മനസ്സിനേക്കാളും നല്ലതാണ്. അപ്പൊ നമ്മളിവിടെയും എഐയിലും അത് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ വിളിക്കുന്നത് അല്ലെങ്കിൽ പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം ഒരു കുറ്റസമ്മതം എന്നൊക്കെ തന്നെയാണ് അതിനെ വിളിക്കുക. അപ്പൊ അത് ആ വൈകാരികമായിട്ടുള്ള മനസ്സിനെ ഒരു പുതിയ ആശയത്തിലേക്ക് എത്തിക്കുവാനും അങ്ങനെ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ നെഞ്ചിൽ നിന്ന് അതിന്റെ ആ ഒരു പ്രശ്നം മാറിപ്പോവുകയും നമുക്കൊരു സുഖം തോന്നുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരാകുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരു സുഹൃത്തിനോട് ബുദ്ധിപരമായിട്ടുള്ള ചില ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മാനവാരോഗ്യം കാണാൻ പോകും. ചില മതവിശ്വാസികളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് പെടും. ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു മൂല്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മളെ തെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാളോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് ഒരു സുഖം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചാണ്, മാനസികമായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അപ്പൊ ചില പാപങ്ങൾ നമുക്ക് ലളിതമായിട്ട് തോന്നുമെങ്കിലും അത് വലിയ കുഴപ്പങ്ങളില്ലെങ്കിലും മനുഷ്യന്റെ മനസ്സിനെ മറ്റു കാര്യങ്ങളിലേക്ക് പ്രലോഭിപ്പിക്കാനും മറ്റു വൈകല്യങ്ങളെ ഊട്ടിയുണർത്താനും സഹായിക്കുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിലൂടെ നമുക്ക് ഒരു പുനർജന്മം, ഒരു കാരണം നമ്മുടെ തെറ്റുകളും പാപങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മതപരമായിട്ട് കാണണ്ട, അത് പാപങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് തെറ്റുകൾ, അതൊരു ആത്മീയ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പാപങ്ങൾ ഏറ്റുപറയുന്നതിന് മടി തോന്നില്ല. തെറ്റ് ചെയ്യുന്നതിന് ഏറ്റുപറയുന്നതിന് നമുക്ക് ഒരു ഏറ്റുപറയുമ്പോഴാണ് ഈ ആത്മീയ രോഗത്തിന് ഒരു പരിഹാരമാകുന്നത്. അതായത് തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ എന്റെ ആത്മീയമായിട്ടുള്ള പുനഃസൃഷ്ടി സ്ഥാപിച്ചെടുക്കാനും വീണ്ടും എനിക്കൊരു മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കുവാനും നമുക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ കാഴ്ചപ്പാട്. അത് തന്നെയാണ്.
അപ്പൊ ഈ കളപറിക്കൽ നടത്തുക, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങള്, തെറ്റുകള്, കുറ്റങ്ങള് ചവറ്റുകൊട്ടയില് എറിയുക എന്നുള്ള ആം, ആ, അത് ആ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ് തീ കൊളുത്തി അത് നശിപ്പിച്ചതിന് ശേഷം ഒരു പുതിയ ജീവിത രീതിയിലേക്ക് നടക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ ആത്മീയ പദവി തിരിച്ചു കിട്ടുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. ആത്മീയത എന്ന് പറയുന്നത് നേടിയെടുക്കുന്നതിൽ ചില കഠിനമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ കാരണം ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും തെറ്റ് ചെയ്യാത്തവനില്ല, അല്ലെങ്കിൽ പാപരഹിതനായിട്ട് ജീവിക്കുന്നവനല്ല. പക്ഷെ അവന് സൗഖ്യം പ്രാപിക്കണമെങ്കിൽ അവന്റെ പാപങ്ങൾ അന്യോന്യം ഏറ്റുപറയുകയും പിന്നീട് അതിൽ നിന്ന് മോചനം നേടാനായിട്ട് നമ്മൾ പറയുന്ന പോലെ പ്രയർ ആൻഡ് മെഡിറ്റേഷൻ ഒക്കെ എടുക്കുമ്പോഴാണ് അവർക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോ സാധാരണക്കാരായ ഒരാളുകൾക്ക് ഇത് ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം അവര് ചില പാപങ്ങൾ ഏറ്റുപറയേണ്ടതില്ലെന്നും ചില കാര്യങ്ങൾ, ചില വ്യാമോഹങ്ങളൊക്കെ തന്റെ ഉള്ളിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയാണ്. പക്ഷെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങള് അത് മനസ്സിനെ വിശാലമായിട്ട് തുറക്കുകയും തങ്ങളെ ഉള്ളിലേക്ക് നോക്കുകയും പാപങ്ങളെ കുറിച്ച് അവർക്കിടെ ഉള്ളിലുള്ള ധാരണകളെ പരസ്പരം സംസാരിക്കുകയും അവിടെ മുഖസ്തുതിക്ക് ഉപരിയായിട്ട് അപരിചിതരാണെങ്കിൽ പോലും അവരോടും അതിശയകരമായിട്ട് തന്റെ പാപങ്ങൾ ആരോഗ്യപരമായിട്ട് പങ്കുവെക്കാനും അങ്ങനെ ഒരു നിരാശയുടെയും ഒറ്റപ്പെടലിന്റെയും ഒരു ആത്മീയ ഭീതിയുടെയിൽ നിന്നുള്ള വികാരത്തിൽ നിന്നൊക്കെ മോചനം നേടാനും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങള് സഹായിക്കാറുണ്ട്, പരസ്പരം സഹായിക്കാറുണ്ട്. ഈ യുവാക്കളൊക്കെ ആത്മഹത്യയിൽ നിന്ന് മാറുന്നതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിവാഹമോചനത്തിനൊക്കെ ഹയർ റേറ്റിലായിരുന്ന അമേരിക്കയിലൊക്കെ ഇത് ഒരുപാട് സഹായിച്ചു എന്നുള്ളതാണ്. പങ്കിടുന്നതിന്റെ ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് തന്റെ ഭാരം അല്ലെങ്കിൽ പാപം ചെയ്യുന്നത് നീക്കിത്തരണതിനായി പങ്കിടുന്നതിന്റെ ഒരു അടിയന്തര ആവശ്യകത, ആത്മാർത്ഥമായിട്ടുള്ള ആവശ്യകതയാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാര് പലപ്പോഴും ഈ ആത്മീയതയ്ക്ക് വേണ്ടി കണ്ടെത്തിയിരുന്നത്. പാപങ്ങൾ പങ്കിടുന്നതിന്റെ ഉപയോഗം, അതാണ് അവർ ഉപയോഗിച്ചത്. അത് നമുക്ക് സുഖം പ്രാപിക്കാൻ വേണ്ടി ആവശ്യമാണെന്ന് അവർ നമ്മളോട് പറയാണ്. പാപത്തിന്റെ പങ്കിടലിലൂടെ ആത്മീയ രോഗത്തിൽ നിന്ന് രക്ഷ നേടുക, അതാണ് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നതിലൂടെ അത് ക്ഷമിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുന്നതാണെന്ന് നമുക്കറിയാം. അപ്പോ നമ്മുടെ ആത്മീയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ രോഗങ്ങളും മറ്റൊരാളോട് വാക്കുകളിലൂടെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഒരു സത്യസന്ധത പുലർത്തുകയും അങ്ങനെ ദൈവനിർദ്ദേശിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യുകയാണ് അവർ ചെയ്യുക. അപ്പോ പങ്കിടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളുടെ താഴത്തേക്ക് നമ്മൾ പോവുകയോ അല്ലെങ്കിൽ അയാളുടെ മുകളിലേക്ക് പോവുകയോ എന്നല്ല. അവര് ഇരുവശത്തോ അല്ലെങ്കിൽ അവർക്ക് ശ്രേഷ്ഠതാ മനോഭാവം ഉണ്ടാവും. ഒരു മിനിറ്റ്, വേറെ ആരും സമ്മതിക്കുന്നില്ല. ഞാനേ അരുൺ ഘോഷിനെ ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ട് വീണ്ടും തിരിച്ച് അരുൺ ഘോഷി പോവാണല്ലോ. എത്രയോ പ്രാവശ്യം അവനങ്ങ് ഹോസ്റ്റ് ആക്കി. അല്ലനെ ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോടാ. മൈക്ക് വരുവാണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, ചേട്ടാ സോറി കേട്ടോ, അറിയാണ്ട് സൗണ്ട് കയറി വന്നു പോയതാ. അത് കുഴപ്പമില്ല. ഉണ്ണീനൊന്ന് ഹോസ്റ്റ് ആക്കണേ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ പങ്കിടുക എന്നാണ്. അപ്പൊ ചിലര് ചിന്തിക്കാറുണ്ട്, എന്റെ പാപങ്ങൾ ഞാൻ പങ്കിടുന്നെങ്കിൽ ഞാൻ നേരിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് പോയാൽ പോരെ, അവിടെ പോയി പങ്കിട്ടാ പോരെ, മറ്റൊരാളുടെ ഇടപാട് എന്തിനാണ്, ഞാൻ എന്തിനാണ് അതിന് വിഷമിക്കേണ്ടത്, ഞാൻ എന്തിനാണ് മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ എന്റെ കുറ്റസമ്മതം നടത്തുന്നത്. പിന്നെ ക്രൈസ്റ്റ് ആണ് കത്തോലിക്കരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏക ദൈവം. പക്ഷെ അവര് പലപ്പോഴും ഈ ഇത്തരം രോഷങ്ങളോടെ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ പൊതുവായിട്ട് മനുഷ്യന്റെ ഒരു സ്വാഭാവിക കാഴ്ചപ്പാടാണ്.
ഒരു സത്യം ബാക്കി നിൽക്കുന്നുണ്ട്. അവർ ഈ പറയുന്നത് പോലെ ദൈവത്തോട് അവർ ഏറ്റു പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ എത്രമാത്രം അത് ഏറ്റു പറയുന്നുണ്ട്? അല്ലെങ്കിൽ ദൈവത്തോട് അവര് എത്രമാത്രം അത് മറച്ചു വെക്കുന്നുണ്ട്? അവർ പലപ്പോഴും ഈ പറയുന്ന മതത്തിന്റെ പേരിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ആഗ്രഹിക്കുന്നത് പോലെ ഇത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ദൈവം എന്നുള്ളൊരു കാര്യങ്ങൾ ദൈവം ക്ഷമിക്കുമെന്നും അതുകൊണ്ട് ഞാനതെല്ലാം ഏറ്റു പറഞ്ഞേക്കാമെന്നും അവർ പറയുന്നുണ്ടെങ്കിലും അവരത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നത് പോലെയാണ് തന്റെ അടുത്തുള്ള വ്യക്തി മറ്റൊരു മനുഷ്യനായിട്ടല്ല, ഒരു ഹയർ പവറിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നത് പോലെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് ചില ക്രൈസ്റ്റ് എന്നോ അങ്ങനെയൊക്കെയുള്ള ആശയങ്ങളുള്ള ആളുകളാണ് കൂടുതലും. നമുക്കറിയാം അമേരിക്ക കാനഡയിലൊക്കെ ക്രിസ്തുവിന്റെ അനുയായികളാണ് കൂടുതൽ. അവര് അങ്ങനെയാണ്. ആ, ഈ പാപഭാരമുള്ള ഒരു ആൾക്ക് ആത്മീയമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ബുദ്ധിമുട്ടും. അപ്പൊ അതിനുള്ളൊരു പരിഹാരം കൂട്ടായ്മ പോലെയുള്ള ഇതിനകത്തേക്ക് വരികയും കുറ്റസമ്മതം നടത്തുകയും അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിലാണെങ്കിൽ പോലും കുറ്റസമ്മതം നടത്തുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് വിഭാവനം ചെയ്യുന്നത്. കുറ്റസമ്മതം എന്നത് എന്തെങ്കിലും ഒരു ആത്മീയ അധികാരത്തിന്റെ ഭാഗമായിട്ടല്ല. അല്ലെങ്കിൽ ചില ആളുകൾ പറയും ഇതൊരു കുമ്പസാരം എന്ന് പറയുന്നത് കുറ്റസമ്മതം ആത്മീയ അധികാരത്തിന്റെ പോലെ അതായത് എന്റെ മറ്റുള്ള വ്യക്തിയുടെ വിശ്വാസം, ആ വ്യക്തിന്മേലുള്ള വിശ്വാസം അത്ര പ്രാധാന്യമില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു പക്ഷെ ആ വ്യക്തി ആയിരിക്കും, ചിലപ്പോൾ മറ്റൊരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കാം, പുരുഷനായിരിക്കും. ആം, ആ- ഏഹ് അവരോട് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് സജീവമായിട്ട് ആത്മീയതയിൽ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോ ആം, മറ്റ് പല യാഥാസ്ഥിതികമായിട്ടുള്ള ആം, മതപരമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളെ തൂത്തെറിയുന്നതിനായിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഇത്തരം പങ്കുവെക്കലുകള് പ്രത്യേകിച്ച് പ്രദർശനപരമായിട്ട്, അതായത് അവരൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അടുത്ത് ഒരുപാട് പേര് കൂടി നിൽക്കുന്ന അടുത്താണ് ഇത്തരം പങ്കുകള്. അപ്പൊ അങ്ങനെ വരുമ്പോ അതില് അഹങ്കാരത്തെ മാറ്റാൻ പറ്റും. ഞാനൊരു സമൂഹത്തിന്റെ മുമ്പിലാണ് തെറ്റുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് സാംശുമാർക്കൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിംഗിന്റെ മുമ്പിലാണ് തന്റെ ഒരച്ഛനായിട്ട് പോലും തന്റെ സ്വകാര്യ ജീവിതത്തിലെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ തിരിച്ച് നമ്മളെന്താണ് ഇനി വരുന്ന ഭാവി ആത്മീയം ജീവിക്കും എന്നത് ഉറപ്പുവരുത്താനാണ് ഇത്തരം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ പങ്കുവെക്കലുകൾ നടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ചരിത്രത്തിൽ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പം ഒരു ആത്മീയ ജീവിതത്തിന് കീഴടങ്ങി ജീവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെ ഒരു പുതിയ ജീവിതം എന്നതാണ് അവർ, അല്ലെങ്കിൽ പുനർജന്മം എന്നുള്ളതാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് വിഭാവനം ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു പാപത്തിന്റെ തടവിൽ ജീവിക്കാതെ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് ഈ ഭൂമിയിൽ യഥാർത്ഥ സന്തോഷവും കൊണ്ടുവന്ന ആത്മീയമായിട്ടൊരു ലാഭം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഹൗസ് പാർട്ടികളിൽ മിക്കവാറും ഒരു പാപം ഏറ്റു പറഞ്ഞിരുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ട്, ഡോക്ടർ ബോബിന് ചെറിയ മീറ്റിങ്ങുകൾ ഇഷ്ടം. കാരണം ചെറിയ മീറ്റിങ്ങുകളാണെങ്കിൽ കുറച്ച് ആളുകളുള്ളൂ. അപ്പൊ പാങ്ങായിട്ട് വേറെ എളുപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹെൻറിയറ്റ ചെറിയ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ചത്. പിന്നീട് ഏലു ശേഷമാണ് അവര് മോചനം നേടിയത്. അപ്പൊ പരിവർത്തനം അതാണ് അവരുടെ ഒരു ജീവിതത്തിൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ആവേശം. അതായത് കീഴടങ്ങുക.
സമ്പൂർണമായിട്ടുള്ള ഒരു കീഴടങ്ങല്. അത് അതുകൊണ്ട് അങ്ങനെ ഒരു ആത്മീയമായ ഫലപ്രാപ്തിയും എന്നെ പിടിച്ച് വീണ്ടും ഹോസ്റ്റ് ആക്കിയിടാം. ഞാനൊരു മിനിറ്റ്, ഞാൻ ഹോസ്റ്റ് ആക്കട്ടെ കേട്ടോ. നിന്നെ ഹോസ്റ്റ് ആക്കട്ടോ. ഉണ്ണി നിന്നെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടേ. 2-3 മൈക്കുകൾ ഇതായതാ, നോക്കാക്കോണി ഉപകാരമാണ്. അപ്പൊ പരിവർത്തനം ഉപയോഗിക്കുക. അപ്പൊ നമ്മളെക്കാൾ ശക്തനായ ഒരാളുടെ മുമ്പിൽ നമ്മൾ തോൽവി സമ്മതിക്കുക. അതായത് നമ്മൾ വെടിനിർത്തുക എന്നുള്ളതാണ്. വെടിനിർത്തൽ ആവശ്യപ്പെടുക. അതായത് തന്റെ ജീവിതത്തിലുണ്ടായ തെറ്റുകളും കുറ്റങ്ങളും ഇനിയും ചെയ്യുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അങ്ങനെ സമർപ്പണത്തിലൂടെ ജീവിതം കീഴ്പ്പെടുത്തുന്ന ആളുകളായിരുന്നു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവര്. അപ്പോ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ അത്തരം കീഴടങ്ങൽ അവർ നടത്തിയിരുന്നു. അങ്ങനെ ദുഃഖമായാലും സന്തോഷമായാലും സമൃദ്ധിയായാലും, ആ സമൃദ്ധി ചെറുതോ വലുതോ ആകട്ടെ, സ്നേഹമായാലും വിദ്വേഷമായാലും എല്ലാം അവര് ദൈവ സ്നേഹത്തിന്റെ ഇതില് പങ്കിടുകയാണ് ചെയ്തത്. അനായാസമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് അറിയാം. അത് ഈ കാലത്തില് പൂർണ്ണമായി സജീവമായിട്ട് ആത്മീയ ജീവിതത്തിൽ ജീവിക്കണമെങ്കിൽ ഇത്തരം കീഴടങ്ങലുകൾ ആവശ്യമാണ് എന്ന് ഇവര് വ്യക്തമാക്കുന്നു. അപ്പൊ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന് പലപ്പോഴും ഈ അപരിചിതരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് അതൊരു പുതിയ അറിവായിട്ട് മാറും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീയ പരിവർത്തനത്തിന് ആവശ്യമായി വരുന്നത് ഈ മാറിയ ജീവിത രീതി കാണുമ്പോഴാണ്, മറ്റാളുകളുടെ മാറിയ കാഴ്ചപ്പാട് കാണുമ്പോഴാണ്, മറ്റാളുകളുടെ മാറിയ മനോഭാവം കാണുമ്പോഴാണ് അവർ പലപ്പോഴും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് തിരികുകയും ഓക്സ്ഫോർഡ് ഗ്രൂപ്പില് സ്ഥിരമായി പങ്കെടുക്കാനൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ഒരു ആത്മീയ പരിവർത്തനം നടത്താനായിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആ കാലത്തെ ആളുകളെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോ പല നമ്മുടെ ജീവിതത്തിൽ ആസിഡ് ടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ചില ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഒരു മാതൃകാ ജീവിതം നയിക്കാനായിട്ട്, ആസിഡ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളെയാണ്. അപ്പൊ പ്രശ്നങ്ങളുടെ സമയത്ത് പോലും നമുക്ക് ഒരു ആത്മീയ ജീവിതം പുനർനിർമ്മിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു തീക്ഷ്ണത ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോകുന്നവർക്ക് കിട്ടിയിരുന്നു. അതിന് എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറായിരുന്നു. തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാനും തങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയാനും ഒക്കെ ആയിട്ട് അവര് തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ഫ്രാങ്ക് ബുച്ച്മന്റെ ഈ സമ്പൂർണതകളെ ഇവിടെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടാണ് അവര് ഈ ഇത്തരം ഹൗസ് പാർട്ടികളൊക്കെ നടത്തിയിരുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞു, സത്യസന്ധത, പൂർണ്ണമായ സത്യസന്ധത, പൂർണ്ണമായിട്ടുള്ള നിസ്വാർത്ഥത, പൂർണ്ണമായിട്ടുള്ള വിശുദ്ധി, പൂർണ്ണമായിട്ടുള്ള സ്നേഹം, ഇത്തരം പരിപൂർണതകളിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ നമുക്ക് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു 3-4 ആഴ്ചയായിട്ട്. അപ്പൊ ഇന്ന് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റിയുള്ള എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ റെഫറൻസിനായിട്ട് പാസിറ്റോണും ഹംസഫും വായിച്ചാൽ നമുക്ക് കിട്ടും. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഉണ്ണിക്ക് മൈക്ക് കൈമാറുന്നു. താങ്ക് യു ഉണ്ണി. താങ്ക് യു ശിവട്ട. എന്തായാലും വളരെ നന്ദി. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ കുറിച്ച് ഞങ്ങളോട് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പല തെറ്റിദ്ധാരണകളും മാറുന്ന രീതിയിൽ തന്നെ അവരുടെ ഉദ്ദേശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് നന്ദി. പ്രിയമുള്ള ഒരു മധ്യസ്ഥനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അഥവായി എന്ന ഈ ഫെലോഷിപ്പിന്റെ സഹായത്താൽ മധ്യവെച്ചിട്ടുള്ള എൻ്റെ പേര് ഉണ്ണി. എല്ലാവർക്കും ഹായ്. ഹായ് ഉണ്ണി ചേട്ടാ. വളരെ ഹായ് ഉണ്ണി. ഹായ് ഹായ്. ഹായ് ഉണ്ണി ചേട്ടാ. നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 10ാമത്തെ പാരമ്പര്യം ഉണ്ടായ കഥയാണ്. അപ്പോൾ നമ്മൾ പല രീതിയിൽ തുടക്കം മുതൽ തന്നെ ബില്ല് ജീവിച്ചിരിക്കുന്ന കാലം തൊട്ട് റീസെൻ്റ്ലി ബില്ലിൻ്റെ മരണത്തിന് ശേഷവും ഒക്കെ
പല പ്രശ്നങ്ങളും എക്കെതിരെ ഉണ്ടായിരുന്നു. എ ഭാഗവാക്കാവേണ്ട പ്രശ്നങ്ങൾ, അവിടങ്ങളിലെല്ലാം നമുക്ക് തീരുമാനമെടുക്കാൻ ശക്തമായ രീതിയിൽ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ പാരമ്പര്യങ്ങൾ രൂപപ്പെട്ടത് തന്നെ അത്തരം അനുഭവങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അനുഭവങ്ങളുടെ പാരമ്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നതിന്റെ കാരണം. അതിലൊരു ചരിത്ര സംഭവമാണ് ബെർണാഡ് സ്മിത്ത് എന്ന നമ്മുടെ ആദ്യ ട്രസ്റ്റി, നോൺ ആൽക്കഹോളിക്കായ അദ്ദേഹം, വക്കീൽ എന്ന നിലയിൽ അദ്ദേഹം കുറെ ആശയങ്ങളൊക്കെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു. നമുക്കത് റെഡ് ക്രോസ് അടക്കമുള്ള പല എന്താ പറയുക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ മാറ്റാം എന്ന് പറഞ്ഞു. എയുടെ പേര് ദുരുപയോഗം ചെയ്യരുത് എന്ന് പറയുന്ന സാധനം വന്നു. തീർച്ചയായിട്ടും അധ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സംഘടന, തൻ്റെ സംഭവം എന്നൊക്കെയുള്ളത് എന്തൊക്കെയോ ആണ് എന്ന ആ തോന്നലുകളൊക്കെ അന്നും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ അത്തരം രീതികളിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മുടെ ഗോത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ആ ഗോത്രീയ മനോഭാവമൊക്കെ നമുക്ക് കടന്നു വരാൻ തുടങ്ങും. അപ്പം നമ്മളാണ് ശരി എന്ന ധാരണയിലേക്ക് നമ്മൾ കടന്നു വരും. അപ്പം അങ്ങനത്തെ രീതിയിലേക്ക് ഉണ്ടാക്കണം എന്ന് നമ്മൾ തീരുമാനമെടുക്കുകയും വളരെ പെട്ടെന്ന് അവിടെ മാറ്റം ഉണ്ടാവുകയാണ്. എന്താണ് അവിടുത്തെ ആ എയുടെ ജനറൽ സർവീസ് കോൺഫറൻസിന്റെ മനസാക്ഷി ഈ പറയുന്ന കാര്യങ്ങളെ മൊത്തത്തിൽ അങ്ങ് മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഈ എ ജീവിത രീതി നിയമപരമായിട്ട് നമ്മൾ എന്തിനാ അതിനെങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ള ചോദ്യം വന്നു. നമ്മൾ പൊതു താല്പര്യ ഹർജികൾ കൊടുക്കും. എന്ന് പറയുന്നത് ഒരു ആത്മീയ കൂട്ടായ്മയാണ്. നമ്മൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ പ്രാഥമിക ഉദ്ദേശമാണ്. അപ്പൊ അത് മാറിക്കൊണ്ട് നമ്മൾ വിവാദങ്ങളിൽ ചെന്നുപെടും. പല കാര്യങ്ങളും ചർച്ച ചെയ്യും. പല കാര്യങ്ങളും നമുക്കറിയാം. നമ്മൾ ഉപകാരപ്രദമായി ഉപയോഗിക്കേണ്ട സമയത്തെ നശിപ്പിക്കലാണ് ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് നമ്മൾ പോയ എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പൊ നമ്മളൊരു യുദ്ധത്തിന് പ്രാപ്തമായ ആയുധങ്ങളെല്ലാം സംഭരിച്ചു വെച്ചിട്ട് യുദ്ധം ചെയ്യില്ല എന്ന ധാരണ മധ്യാസക്തന് അപകടം ചെയ്യുമെന്ന ബോധ്യം, അതാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊരു സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നില്ല, നമുക്ക് പ്രൊഫഷണൽ ആവാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. കുറഞ്ഞ സംഘടനാ ശക്തി മതി എന്ന് നമ്മൾ തീരുമാനമെടുത്തു. അപ്പൊ എങ്ങനെയാ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് പോരാടുന്നത്? അതിപ്പോ എയുടെ പേരിന് വേണ്ടിയിട്ടോ എക്കെതിരെ പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് വിവാദങ്ങളും നിയമപരമായ നമ്മുടെ നേട്ടങ്ങളെ ഒക്കെ നമ്മൾ മറക്കേണ്ടതുണ്ട് എന്നാണ് കോൺഫറൻസ് കണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്? നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ നമ്മളുടെ പ്രവർത്തികൾ നന്നായി ചെയ്യുക, പബ്ലിക് ഇൻഫർമേഷൻ നന്നായി ചെയ്യുക, നമ്മുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക. അപ്പൊ തന്നെ എക്ക് ആളുകൾ വന്നോളും. ഏറ്റവും പെരുമാറ്റം നമ്മൾ പറയില്ലേ, മറ്റു മനുഷ്യരുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ചിരിച്ച് പെരുമാറിയാൽ തന്നെ ഒരു നല്ല കള്ളുകുടിയൻ അയാൾ പറയാറുണ്ട്, അയാൾ ആ നാട്ടിലെ ആ കള്ളുകുടി നിർത്തി എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് റോട്ടിൽ കിടക്കുന്ന കള്ളുകുടിയനെ സംബന്ധിച്ചിടത്തോളം ആ റോട്ടിൽ കടന്ന് ഓടയിൽ കടന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് എൻ്റെ കള്ളുകുടി നിർത്തിയത് എന്താ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ന ചോദ്യമുണ്ട്. യഥാർത്ഥത്തില് ഞാൻ ആ രീതിയിൽ കരുതുകയും മറ്റുള്ള ആളുകൾക്ക് ഈ പുറത്തൊക്കെ ഉണ്ടാവുന്ന ആളുകളോടൊക്കെ എനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഞാൻ കരുതിയത് എനിക്കെന്തിനാ അനോണമിറ്റി എന്നൊക്കെ ഉള്ള ചിന്തയായിരുന്നു. അവിടെയാണ് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് എന്നുള്ള ചിന്ത കടന്നു വന്നു. നമ്മുടെ പഴമക്കാരായ മനുഷ്യര് അത്തരത്തിൽ ചെയ്തിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞു, നീ കുടിക്കാതിരുന്നാൽ മതി, നീ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറിയാൽ മതി, എക്ക് വലിയ പരസ്യമൊന്നും നീ കൊടുക്കണ്ട അവിടെ നാട്ടിലൊക്കെ. അപ്പൊ തന്നെ ആൾക്കാർ വന്ന് ചോദിക്കും, നീ യഥാർത്ഥ രീതിയിലാണ് മറ്റു മനുഷ്യരുമായിട്ട് ഇടപെടുന്നതെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, നിന്റെ മാറ്റം എവിടെ നിന്നാണ്, നിനക്ക് എന്താ മാറിയേ, എന്താ നീ ചെയ്തേ? അല്ലെങ്കിൽ വേറെ ആളുകളോട് പറയും, ആ അയാളോടൊന്ന് ചോദിച്ചു. അത്രയും നല്ല. അതുകൊണ്ടാണ് നമ്മൾ പൊതുജനങ്ങളായിരിക്കണം നമ്മളുടെ പ്രചാരണം എന്ന രീതിയിൽ നമ്മൾ തീരുമാനമെടുക്കുകയാണ്. പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ മാറ്റം, കുടിക്കാതിരിക്കുന്ന നമുക്കുണ്ടാവുന്ന മാറ്റം കണ്ടുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് മറ്റു മദ്യാസക്തർ കടന്നു വരേണ്ടത് എന്ന ആ ഒരു കൃത്യമായ തീരുമാനം വന്നത് ഈ ഒരു ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ ഗ്രൂപ്പ് കോൺഷ്യസിലൂടെ ആയിരുന്നു. അങ്ങനെ തർക്കങ്ങളൊക്കെ ഉണ്ടായി. എളുപ്പമായിട്ടൊന്നുമല്ല എയുടെ പാരമ്പര്യങ്ങളൊന്നും രൂപപ്പെട്ട് നിരവധി തർക്കങ്ങൾ ഉണ്ടായി. അങ്ങനെ ജനറൽ സർവീസ് കോൺഫറൻസിനെ അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന കാര്യം ബിൽ വിൽസൺ അടക്കമുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ എന്താണ്, നമ്മുടെ മനസാക്ഷിയേക്കാൾ വിവേകമുണ്ടായിരുന്നത്
അവിടെ പ്രതിനിധീകരിച്ചു കഴിഞ്ഞ ആളുകളുണ്ടല്ലോ, അവരിലൂടെയാണ്, ആ മനുഷ്യരുടെ അഭിപ്രായങ്ങളിലൂടെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു കോർപ്പറേഷൻ ആവശ്യപ്പെടണം എന്ന് ആരും പറഞ്ഞില്ല എന്നുള്ളതാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ അന്ന് പങ്കെടുത്ത എയുടെ പ്രതിനിധികൾ ആരും തന്നെ ഈ രീതിയിലേക്ക് നമ്മളെ ഒരു കോർപ്പറേഷൻ ആക്കണം എന്ന അഭിപ്രായമല്ല പറഞ്ഞത്. അപ്പൊ അന്നത്തെ പ്രതിനിധിയായിരുന്ന ബോബ് ടി ഉണ്ട്, അദ്ദേഹം അത് രൂപപ്പെടുത്തി. അദ്ദേഹം ഒരു വക്കീൽ കൂടിയായിരുന്നു ബോബ് ടി. കമ്മിറ്റിയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യണം. ഈ വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള എല്ലാ വാദങ്ങളും നമ്മൾ കേട്ടു. കോൺഫറൻസിനകത്തും പുറത്തുമുള്ള അനേകം അംഗങ്ങളുമായിട്ട് നമ്മൾ ചർച്ചകൾ നടത്തി. നാം ഈ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാനിടയായ തിന്മകൾ ശമിച്ചിരിക്കുന്നു. 2, ഭരണകേന്ദ്രങ്ങൾ ആകാനിടയുള്ള പ്രതിനിധി സഭയുടെ രൂപീകരണം നമ്മുടെ പാരമ്പര്യങ്ങൾക്കെതിരെയും ലംഘനവുമാകാം. 3, നമ്മുടെ ആത്മീയ ശക്തിയെ നിയമബലത്തിന്റെ പരിധിയിലാക്കുമ്പോൾ ആത്മബലം കുറയുന്നതായിട്ട് കരുതേണ്ടിയിരിക്കുന്നു. 4, നിയമപരമായ അവകാശങ്ങൾ നാം കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതേ നിയമത്തിന്റെ പരിധിയിലാകാൻ നാം നമ്മെ തന്നെ അനുവദിക്കുകയാണ്. 5, തുടർച്ചയായ വ്യവഹാരങ്ങളും അതുവഴി ഉണ്ടാകുന്ന പണച്ചിലവും പ്രശസ്തിയും നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാകും. 6, ഒരു കോർപ്പറേഷൻ ആക്കുന്നതിലൂടെ അത് രാഷ്ട്രീയത്തിലേക്കും നമുക്കിടയിൽ തന്നെ അധികാരത്തിനു വേണ്ടിയുള്ള മത്സരവുമായി നടക്കും. അതിന്റെ ആരംഭകാലം മുതൽ തന്നെ ഒരു കൂട്ടായ്മയാണ്, നമ്മൾ സംഘടനയല്ല. കോർപ്പറേഷൻ ആകുമ്പോൾ സ്വാഭാവികമായും അതൊരു സംഘടനയാകും. 8, ആത്മീയ വിശ്വാസവും ജീവിത രീതിയും കോർപ്പറേഷൻ ആക്കാനാകുന്നതല്ല. മദ്യാസക്തി മൂലം കഷ്ടപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും മുന്നിൽ അത് തുറന്നു വച്ചിരിക്കുന്നു. ആത്മീയ വിശ്വാസം അഥവാ എയുടെ ജീവിത രീതി എന്ന നിലയിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എല്ലാ കാലവും നിലനിൽക്കും. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ചെയർമാൻ നമ്മുടെ ജനറൽ സർവീസ് കോൺഫറൻസിൽ ഉന്നത ഉദ്ദേശത്തോടെ പറഞ്ഞ വാക്കുകൾ, സന്ധിയല്ല വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇത് ഓർത്തുകൊണ്ട് നമ്മുടെ കമ്മിറ്റി ഏകപക്ഷീയമായി നിർദ്ദേശിക്കുന്നു, ഒരിക്കലും ഒരു കോർപ്പറേഷൻ ആക്കേണ്ടതില്ല എന്നാണ്. ഇപ്പൊ നമ്മളവിടെ പല തർക്കങ്ങളുണ്ടായി. അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ആളുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞു, മനസാക്ഷി പ്രവർത്തിച്ചു. ആ മനസാക്ഷിയുടെ ഒപ്പം നിൽക്കാം. വിവേകപൂർവ്വം അതിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പല അഭിപ്രായം ഉണ്ടായിരുന്നു. നോൺ ആൽക്കഹോളിക് ആയ ആളുകളുടെ അഭിപ്രായങ്ങളുണ്ട്. ബില്ലിന് തന്നെ വ്യക്തിപരമായിട്ട് അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള കാര്യം ഉണ്ടായിരുന്നു. കാരണം ബില്ലിന്റെ ഉള്ളിലാണെങ്കിലും ഒരു സംഘടനാ നിലയിലൊക്കെ ആവുമ്പോൾ അത് ചെയ്യേണ്ടതല്ലേ, നമ്മുടെ ഫെലോഷിപ്പിനെ സംരക്ഷിച്ച് നിർത്തേണ്ടതല്ലേ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയാണ് എയുടെ മാറ്റം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനുള്ള ആ ഒരു ഓപ്പൺനെസ് നമുക്ക് കടന്നു വരുന്നു. ബോബ് ടി എന്ന് പറയുന്ന പ്രതിനിധി തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏകപക്ഷീയമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് കോൺഷ്യസിൽ അംഗീകരിച്ച കാര്യങ്ങളാണ്. എന്നിട്ട് നമ്മൾ എത്തിച്ചേർന്ന നിഗമനങ്ങൾ എങ്ങനെയാണ്? നമ്മൾ അവിടെ പൊതുവായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. മറ്റുള്ളവരുടെ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം കേട്ട ശേഷം നമ്മൾ എത്തിച്ചേർന്ന ആദ്യത്തെ കാര്യമാണ്, നമ്മൾ ഏത് കാര്യത്തിലാണോ ചോദ്യങ്ങൾ വന്നത് ആ തിന്മകളൊക്കെ ഇന്ന് ശമിച്ചിരിക്കുന്നു. നമുക്കതിന് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ഭരണകേന്ദ്രങ്ങളായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പാരമ്പര്യങ്ങളുടെ എതിരെയാകും, പാരമ്പര്യം ലംഘിക്കാനാകും. ഒരിക്കലും നമ്മൾ പാരമ്പര്യ ലംഘനം നടത്തേണ്ടതില്ല. നമ്മൾ പ്രാഥമിക ഉദ്ദേശത്തിൽ പ്രവർത്തിക്കണം എന്ന തീരുമാനം വന്നു. നമ്മുടെ ആത്മീയമായ ശക്തിയെ, നമ്മൾ ആത്മീയമായൊരു കൂട്ടായ്മയാണ്, ആത്മീയമായൊരു ബലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒക്കെ നല്ല ആ വശങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അവരെ ഹയർ പവർ എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. ഓരോ മനുഷ്യനും അവനവൻ്റെതായ രീതിയിലുള്ള ദൈവം എന്നൊക്കെ പറയുന്നതായിട്ടും പിന്നീട് അത് എത്തിസ്റ്റ് ആയിട്ടുള്ള മറ്റംഗങ്ങളുടെ ചർച്ചയിലൂടെയൊക്കെ നമ്മുടെ മൂന്നാമത്തെ പടിയൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അവിടെയൊക്കെ പറയുന്ന ഒരു ആത്മീയമായൊരു ബലമുണ്ട് നമുക്ക്. അത് നിയമപരമായ രീതിയിലേക്ക് ആക്കുമ്പോൾ നമുക്ക് ശക്തി ഉണ്ടാവില്ല. നമ്മൾ പറയില്ല, നിയമത്തിന്റെ പരിരക്ഷയിലല്ല നമ്മളിവിടെ പല കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് നന്മ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മളത് ചെയ്യേണ്ടതാണ് എന്ന ബോധ്യത്തിലാണ് എന്ന് പറയാറുണ്ട്. ആ രീതിയിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾ. മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന കാര്യമായിക്കോട്ടെ,
നമ്മുടെ പടികളും 4-ാം പടിയിലൊക്കെ അതാ നിൽക്കുന്നത്. മറ്റുള്ളവരെങ്ങനെയെന്നുള്ള അവിടെ നമുക്ക് എന്ത് മാറ്റമുണ്ടാകുന്നു എന്ന രീതി, അതാണ് നമ്മുടെ ആത്മീയത. അത് തന്നെയാണ് വലിയ മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നീട് നമ്മളിങ്ങനെ ഈ അവകാശങ്ങൾ കോടതിയിലൊക്കെ സ്ഥാപിച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതേ നിയമത്തിന്റെ പരിധിയിലേക്ക് നമ്മൾ ഒതുങ്ങി പോവാണ്. ഈ നിയമം ഉള്ളത് കൊണ്ട് നമ്മൾ അനുസരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മദ്യാസക്തരെ സംബന്ധിച്ചിടത്തോളം കുടിക്കുന്ന കാലത്തും ഒരു നിയമവും പാലിക്കുന്ന ആളുകളല്ല നമ്മൾ. നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ ബോട്ടിലിന്റെ മുന്നിൽ തന്നെ അത് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരാണെന്ന് അറിഞ്ഞാൽ നമ്മൾ കുടിക്കും. കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നോയ്സൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പാട്ട് പാടും, ചീത്ത വിളിക്കും, എങ്ങനെയും നടക്കും. നമ്മുടെ മാത്രം ഹിതം നോക്കി നമ്മൾ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരു നിയമവും നമ്മൾ അനുസരിക്കില്ല. അങ്ങനെ നിയമങ്ങളെ അനുസരിക്കാത്ത, നിയമത്തെ ലംഘിക്കാൻ പ്രത്യേകമായ വാഞ്ച ഉള്ളിലുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനത്തെ നമ്മളൊരു നിയമത്തിന്റെ തടവറയിൽ നിൽക്കേണ്ടവരല്ല എന്ന ബോധ്യമുണ്ട് നമുക്ക്. നമ്മളാ നിയമമല്ല, നമ്മൾ അനുസരിക്കുന്ന പാരമ്പര്യങ്ങൾ അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്? പാരമ്പര്യം അനുസരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ഫെല്ലോഷിപ്പാണ്. അത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ പറയാറുണ്ട്, നിയമത്തിന്റെ പ്രശ്നമല്ല, പാരമ്പര്യം ഞാൻ പാലിക്കേണ്ടതാണ് എന്ന് പറയാറുണ്ട്. ആ രീതിയിലാണ് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന അച്ചടക്കാണ്. ഇവിടെ ആരും വടിയെടുത്ത് നിൽക്കാനില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ഫെല്ലോഷിപ്പിനെ നോക്കേണ്ടത് എന്ന് പറയാറുണ്ട്. ഇനി തുടർച്ചയായിട്ട് കേസുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തും അന്നും അങ്ങനെയാണ്. ആ കേസുകൾ തീരാറില്ല, അതിങ്ങനെ നീണ്ടുപോകും. അപ്പൊ കേസാകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വേറെ വർത്താനം പറഞ്ഞിട്ടല്ല, കോടതിയിൽ വക്കീൽ പറഞ്ഞത് നമ്മൾ കേട്ടേ പറ്റും. കോടതിയുടെ വ്യവഹാരമാവും. അവിടെ നമുക്ക് നമ്മുടെ ആത്മീയതയിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ നോക്കിയാൽ മതി, ഏക്കാരുടെ പുറത്തുള്ള കേസുകളിൽ വക്കീൽ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അവിടെ അസത്യം കടന്നു വരും. അവിടെ പൊരുതുക എന്നല്ലാതെ അവിടെ നമ്മൾ ഈ തത്വം പറഞ്ഞിരുന്ന വക്കീൽ പറയും, നമ്മുടെ കേസ് പറയും, നീ പരാജയപ്പെടുന്നു പറയും. ഏതൊരു ആളുമായിട്ട് കേസ് ഉണ്ടായി കഴിഞ്ഞാലും ആ കേസിൽ നമുക്ക് പരിപൂർണമായിട്ട് നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് വക്കീൽ പറയണ നുണകളുടെയും അസത്യത്തിന്റെയും ഒപ്പം നമ്മൾ നിൽക്കുകയും നമ്മൾ അറിയാതെയെങ്കിലും അതിന്റെ ഭാഗവാക്കായി പോവുകയും ചെയ്യും. അത് നമുക്ക് മാറ്റാൻ പറ്റുന്നല്ല നുണകളൊന്നും. അപ്പൊ അത്തരം രീതിയിൽ എയിൽ വരിക, നമ്മൾ കടുത്ത സത്യസന്ധതയെ കുറിച്ച് പറയുക, എയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നുണ പറയേണ്ട ഒരു അവസ്ഥ കോടതിയിൽ വന്നിട്ട് അത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു. പിന്നെ പണച്ചെലവ്, തീർച്ചയായിട്ടും വലിയ പണച്ചെലവുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടില് പണ്ട് കാലത്ത് രാഷ്ട്രീയക്കാരൊക്കെ തല്ലുണ്ടാവുന്ന സമയത്ത് ആദ്യകാലത്തൊക്കെ വലിയ ഉത്സാഹമായിരിക്കും കോടതിയിലേക്ക് വരാനൊക്കെ. പക്ഷെ ഈ കേസ് ഒരു 10 വർഷമൊക്കെ നടക്കും. വലിയ കേസാവുമ്പോൾ 308ഉം 307ഒക്കെ കേസ് ചാർജ് ചെയ്യുമ്പോൾ ഈ കേസ് അങ്ങ് നടക്കും. അപ്പൊ കേസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല, ഇതിൽ പെട്ട ആളുകളെ ഉണ്ടാവും. അപ്പൊ അത് പറഞ്ഞ പോലെ എയിൽ വലിയ പ്രശ്നം ഉണ്ടാവും. ആദ്യമൊക്കെ വലിയ ഉത്സാഹവും, ആരുടെ എനെ കുറിച്ച് പറഞ്ഞ് ഞാൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ കൊടുത്ത് അവസാനം ആകുമ്പോൾ നീ കൊടുക്കുക കാശ്, ഞാൻ കൊടുത്തില്ലേ, മറ്റതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തലാവും. ഒന്നാം പാരമ്പര്യം ഉണ്ടാവില്ല, എയുടെ മീറ്റിംഗിൽ കയറാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ തീരുമാനം എടുത്തു. ആ തീരുമാനമാണ് ഇന്നും, അല്ലെങ്കിൽ കുറച്ച് മുന്നേ വരെ വലിയ വിഷയങ്ങളിൽ, ബില്ലിന്റെ മരണശേഷവും നമ്മൾ പാലിച്ച ഒരു പാരമ്പര്യമായിരുന്നു ഇത് എന്ന് ആലോചിക്കണം. നമ്മൾ ഇതായിരുന്നു അവിടെ ചർച്ച നടന്ന സംഭവം. അപ്പോ ഇനി ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ പ്രശസ്തി ഉണ്ട്, അത് നമുക്ക് പ്രശ്നങ്ങൾ ചെയ്യും. വ്യക്തികൾ കോടതികളിൽ ഹാജരാവേണ്ടി വരും, എനെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ട് ആളുകൾ വരേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും കോടതി വ്യവഹാരങ്ങളിലേക്ക് എനെ വലിച്ചു കൊണ്ടുപോകരുത് എന്ന് പറയുന്നതിന്റെ കാരണമാണ് അത്. ഏത് അടിസ്ഥാനത്തിൽ കോടതിയിൽ പോയാലും, കോടതിയിൽ പോയിട്ട് കേസ് കൊടുത്ത് എക്കെതിരെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ പാരമ്പര്യം പാലിക്കുന്നില്ല, അല്ലെങ്കിൽ കംസഫേജിൽ എയുടെ ചരിത്രം അറിഞ്ഞിട്ടില്ല എന്നാണ്. എനെ മൊത്തത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പോലും എയെ വിട്ടുകൊടുക്കൽ ശീലിച്ചു വന്ന ഫെലോഷിപ്പാണ് നമ്മൾ. അവിടെയാണ് നമ്മൾ ആവശ്യമില്ലാതെ എനെയൊക്കെ കോടതിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അത് നമ്മൾ തുടക്കത്തിലെടുത്ത തീരുമാനങ്ങളാണ് ഇതൊക്കെ. അതാണ് നമ്മൾ നിലനിൽക്കുന്നതിന്റെ ആധാരവും. അവിടെ പറയുന്നുണ്ട്, ഒരു കോർപ്പറേഷൻ ആവുക, ഒരു നിയമനിർമ്മാണ സഭയാവുക, അങ്ങനെയൊക്കെ ആവുന്നവരുടെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അടുത്ത മത്സരങ്ങൾ വരും, ഏതെങ്കിലും രാഷ്ട്രീയമായ കാര്യങ്ങൾ നമുക്ക് അവിടെ ഇടപെടേണ്ടി വരും, അതിന്റെ ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ കേസ് കൊടുക്കുമ്പോൾ ആ സംഘടനയുടെ എതിരെ വരും, ഇതിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ആ ഇവര് നശിച്ച പോലെ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മളവിടെ വാഷിംഗ്ടോണിയന്റെ ആ നാശം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഒരു കോർപ്പറേഷൻ ആയിട്ട് നമ്മുടെ ഇടയിൽ മത്സരങ്ങൾ നടക്കേണ്ട കാര്യമില്ല എന്ന തീരുമാനം എടുത്തു. നമ്മൾ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാവും അംഗങ്ങൾ തമ്മിൽ, അത് വേണ്ട എന്നുള്ള തീരുമാനം എടുത്തു. നമ്മൾ തുടക്കകാലം മുതൽ ഒരു കൂട്ടായ്മയാണ്. ഒരു മദ്യാസക്തൻ മറ്റൊരു മദ്യാസക്തനോട് തൻ്റെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷകളും പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് നമ്മൾ. അത് സംഘടനയായിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്.
വളരെ കുറഞ്ഞ സംഘടനാ സംവിധാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നു, പരസ്പരം സഹായിക്കുന്നു, ആ സഹാനുഭൂതിയിൽ നമ്മൾ പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പെടുന്നു. കോർപ്പറേഷൻ ആകുമ്പോൾ അത് സംഘടനയാവും, അവിടെ ഭയങ്കര ഔപചാരികത കടന്നു വരും. പല കാര്യങ്ങളിലും ഭയങ്കര നിയമങ്ങളും കഠോരമായ വ്യവസ്ഥകളും നിയമത്തിൽ നിന്ന് അംഗങ്ങളെ പുറത്താക്കാൻ തുടങ്ങും. നമ്മളപ്പോൾ ആ രീതിയിൽ വേണ്ട എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ നിന്ന്. കാരണം അത്യാസക്തരാണ് ഇവിടെ. അവർക്ക് സന്ദേശം കൊടുക്കുക സംഘടനാ പ്രവർത്തനമല്ല, സംഘടനയിലേക്ക് ശ്രദ്ധ പോവും, പ്രാഥമിക ഉദ്ദേശത്തിൽ നമ്മൾ മാറുമെന്ന് നമുക്കറിയാം. നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന വാഷിംഗ്ടോണിയന്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി നമ്മുടെ ആത്മീയമായ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ജീവിത രീതിയാണ് എ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയാറുണ്ട്. മദ്യപിക്കാതെ ഞാൻ ഇരിക്കുമ്പോൾ ചില മാറ്റങ്ങൾ മറ്റുള്ള ആളുകളെ പോലെയല്ല, ചില മാറ്റങ്ങളിലൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പൊ അതൊരു കോർപ്പറേഷനായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധ്യമല്ല എന്ന് നമ്മുടെ ആളുകൾ തിരിച്ചറിഞ്ഞു. ഇത് മദ്യാസക്തി മൂലം കഷ്ടപ്പെടുന്ന മുഴുവൻ മനുഷ്യരുടെയും മുന്നിലേക്ക്, അവരുടെ മുന്നിലേക്ക് വെക്കുന്ന ആത്മീയമായ ഒരു വിശ്വാസമാണ്. അതല്ലെങ്കിൽ അതൊരു ജീവിത രീതി എന്ന നിലയിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് നമ്മൾ തീരുമാനമെടുത്തു. ഇപ്പൊ നമ്മുടെ ചെയർമാൻ ജനറൽ സർവീസ് കോൺഫറൻസിൽ അദ്ദേഹം നല്ലൊരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു, നമ്മൾ സന്ധി ചെയ്യല്ല, നമ്മുടെ വിശ്വാസം, ആത്മീയ വിശ്വാസം അത് നിലനിർത്ത വേണം. നമ്മുടെ വിശ്വാസം പ്രവർത്തിക്കണം, 24 മണിക്കൂർ നമ്മളിലൂടെ പ്രവർത്തിക്കേണ്ടതാണെന്ന് പറയാറുണ്ട്. അത് പ്രവർത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം എടുക്കുകയാണ്. ഒരിക്കലും സംഘടിതമായ പ്രസ്ഥാനം കോർപ്പറേഷൻ ആക്കേണ്ടതില്ല. എക്ക് മറ്റു വിഷയങ്ങളിൽ യാതൊരു അഭിപ്രായവുമില്ല. അതുകൊണ്ട് എയുടെ പേര് ഒരു പൊതുവിവാദങ്ങളിലേക്കും വലിച്ചിഴക്കരുത് എന്ന് പറയുന്ന മഹത്തായ 10ാമത്തെ പാരമ്പര്യം രൂപീകരിക്കാം. ഇനി തുടർന്ന് ബില്ലിന്റെ വാക്കുകളിലേക്ക്. കഠിനമായ ഒരു പൊതുജന സമ്പർക്ക അനുഭവത്തിലൂടെയാണ് 11ാമത്തെ പാരമ്പര്യം വളർന്നു വന്നത്. അത് നമുക്ക് ഇങ്ങനെ വായിക്കാം: നമ്മുടെ പൊതുജന സമ്പർക്ക രീതി ആകർഷിക്കുന്ന തരത്തിലുള്ളതാകണം, പ്രചാരണം എന്ന തരത്തിലാകരുത്. നാം വ്യക്തിപരമായ നാമധേയത്വം, പത്രം, റേഡിയോ, സിനിമ എന്നീ എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ പാലിക്കണം. അതിൻ്റെ എണ്ണമറ്റ അഭ്യുദയകാംക്ഷികളെ കൂടാതെ ഇത്തരത്തിൽ വളരുമായിരുന്നില്ല. ലോകത്തെമ്പാടും അനുയോജ്യമായ പാരമ്പര്യങ്ങളിലൂടെയാണ് അനുയോജ്യമായ പരസ്യങ്ങളിലൂടെ തന്നെയാണ് എയിലേക്ക് അംഗങ്ങൾ എത്തിച്ചേർന്നത്. ഓഫീസുകളിലും വീടുകളിലും ക്ലബ്ബുകളിലും ടെലിഫോൺ നിരന്തരമായി ശബ്ദിച്ചു. ഒരു ശബ്ദം പറയുന്നു, ഞാൻ റേഡിയോയിൽ ഒരു പരിപാടി കേട്ടു. മറ്റൊരാൾ പറയുന്നു, ഞാനൊരു ചലച്ചിത്രം കണ്ടു. ഞങ്ങൾ TV-യിൽ പറ്റി ഒരു പരിപാടി കണ്ടു. വേറൊരാൾ പറയുന്നു. ഇത്തരം വഴികളിലൂടെയാണ് എയിൽ എത്തിയവരിൽ പകുതി പേരും വന്നത്. ഇത് ഒരു അതിശയോക്തിയേ അല്ല. അന്വേഷിച്ചവർ എല്ലാവരും മദ്യാസക്തരോ അവരുടെ കുടുംബാംഗങ്ങളോ മാത്രമായിരുന്നില്ല. ഡോക്ടർമാരുടെ അന്വേഷണം ഉണ്ടായിരുന്നു. എനെ കുറിച്ചുള്ള മെഡിക്കൽ പേപ്പറുകൾ വായിക്കുന്ന ആളുകളുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി അവരെല്ലാം വിളിക്കുന്നുണ്ട്. പുരോഹിതന്മാര്, അവർ ചർച്ച് ചാനലുകളിൽ ലേഖനങ്ങൾ വായിക്കുന്നു, അവരും അന്വേഷണങ്ങൾ നടത്തുന്നു. വലിയ സ്ഥാപനങ്ങൾ നമ്മെ അംഗീകരിക്കുന്നതായിട്ട് തൊഴിലുടമകൾ മനസ്സിലാക്കി തരുന്നു. മദ്യാസക്തി എന്ന പ്രശ്നത്തിന് അവരുടെ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാനാകുമെന്ന് അവർ അന്വേഷിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ല പൊതുജന സമ്പർക്ക പരിപാടി രൂപപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. വേദനാജനകമായ അനുഭവങ്ങളിലൂടെ അത് എങ്ങനെയായിരിക്കണമെന്ന് നാം കണ്ടെത്തിയതായിട്ട് കരുതാം. സാധാരണ പ്രചരിപ്പിക്കുന്ന പരിപാടികളിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. പ്രചരിപ്പിക്കുന്ന പരിപാടിക്ക് പകരം ആകർഷിക്കുന്ന പരിപാടിയിലാണ് നാം ആശ്രയിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടെത്തി. പ്രചരണവും ആകർഷവും എന്ന വിരുദ്ധ പരിപാടി അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അവരുടെ നേതൃത്വത്തിന്റെ മഹത്വം നിരത്തുന്നു. ഒരു നല്ല ധർമ്മ സ്ഥാപനം പണം സ്വരൂപിക്കാനായി ഒരു പ്രശസ്ത വ്യക്തിയുടെ ചിത്രം വെച്ച് ലെറ്റർ ഹെഡ് അടിക്കുന്നു. മിക്കവാറും മതരാഷ്ട്രീയ ധനസ്ഥാപനങ്ങൾ നേതൃത്വത്തിന്റെ പ്രശസ്തിയെ ആശ്രയിക്കുന്നു. അവിടെ നമ്മൾ 11ാമത്തെ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ ഈ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ വലിയ വില കൊടുത്തിട്ട് തന്നെയാണ് ആ പാരമ്പര്യവും ഉണ്ടായത്. പൊതുജന സമ്പർക്ക രീതി എന്ന് പറയുന്നത് മറ്റു മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വളർന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോഴും നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മളെ നശിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. വ്യക്തിപരമായ അനാമധേയത്വം നമ്മൾ പാലിക്കണം എന്ന് പറഞ്ഞു. അതല്ല,
വ്യക്തികൾ തിരിച്ചറിയപ്പെടുമ്പോൾ ആ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന മുഴുവൻ കോട്ടങ്ങളും പ്രശ്നങ്ങളും എനെ ബാധിക്കുന്ന തരത്തിലാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയാറുണ്ട്, നമ്മളെക്കുറിച്ച് ഫോട്ടോ അടിച്ചിറക്കിയിട്ട് പ്രചാരണം നടത്തുമ്പോൾ എന്താ കുഴപ്പമുണ്ടാവുക? ഇത് പുറത്ത് കാണുന്ന ആളുകൾക്ക് ഇപ്പൊ കുടി നിർത്തിയതിന്റെ 1-ാം വർഷ ടോക്കൺ സ്വീകരിക്കുന്നു, 2-ാം വർഷം ആളുകൾ നമ്മളെ കളിയാക്കും, പുറത്താളുകൾ. കാരണം നമുക്ക് മാത്രമാണ് ഈ കുടി നിർത്തിയത് വലിയ സംഭവമായിട്ട്. പുറത്തെ ആളുകൾ ഇതൊന്നും വേണ്ട, സോഷ്യൽ ഡ്രിങ്കേഴ്സ് പ്രത്യേകിച്ച് കളിയാക്കിച്ചിരിക്കും. അവർ ഈ മീറ്റിങ്ങിന് പോകുന്നുണ്ട് പറഞ്ഞാൽ തന്നെ അവർക്ക് ഒരു വലിയ സംഭവമാണ്. പിന്നെ അതേപോലെ നിർത്തിയ ആളുകളും ഉണ്ടാവും പലരും. അതുകൊണ്ടാണ് ഇതിന്റെ ഒന്നും അവസാന വാക്കായിട്ട് എവിടെയും പറയുന്നില്ല. നമുക്ക് വലുത് നമ്മൾ പറയും, നമ്മുടെ ഫെലോഷിപ്പിനെ നശിപ്പിക്കാതിരിക്കാൻ പുറത്ത് പറയാതിരിക്കുക എന്ന ഒരു മിനിമം മര്യാദ നമ്മൾ കാണിക്കണം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമല്ല. ഈ പറയുന്ന ആളുകളെ മൊത്തം നമുക്ക് ചീത്ത പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് തർക്കിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ അവരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടാൽ നാളെ ആരെങ്കിലും മേയിലേക്ക് അവർ വെക്കണം എന്നുണ്ടെങ്കിൽ അവർ ചോദിക്കില്ലേ, ഈ കുടി നിർത്തിയിട്ട് ഇവന്റെ സ്ഥിതി ഇപ്പൊ ഇതാ, ഇവന് കുടി നിർത്തിയിട്ട് എന്താ ഇവന്റെ കാര്യം എന്ന് ചോദിച്ചാൽ എന്താ കാര്യം? അപ്പൊ നമ്മളവിടെ വ്യക്തികൾ ആ രീതിയിൽ അറിയപ്പെട്ടുകൊണ്ടല്ല നമ്മളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അത് നമുക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അവിടെ ആകർഷിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിക്കണം എന്ന് പറഞ്ഞു. വ്യക്തികൾ അറിയപ്പെടരുത്, എന്നാലോ എങ്ങനെ ആളുകളെ എത്തിക്കാൻ പറ്റും? ഏടെ തുടക്കം മുതൽ തന്നെ നല്ല പരസ്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരസ്യത്തിനെതിരെ ഒന്നുമല്ല, പരസ്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് ആളുകളെ എയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അന്ന് ഉണ്ടായിരുന്ന ക്ലബ്ബുകളിലേക്കും അന്നത്തെ എവിടെയാണോ മീറ്റിംഗ് നടക്കുന്നത് അവിടെയൊക്കെ ഫോണുകൾ നിരന്തരമായിട്ട് ശബ്ദിച്ചിട്ടുണ്ട്. നമ്മുടെ ജാക്ക് അലക്സാണ്ടറുടെ ലേഖനമൊക്കെ കുത്തൊഴുക്ക് പോലെ ആളുകൾ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും ഇങ്ങനെ പറഞ്ഞു, ഞാൻ റേഡിയോയിൽ ഒരു പരിപാടി കണ്ടു, അല്ലെങ്കിൽ ഇത് കേട്ടു, നല്ല പരിപാടിയായിരുന്നു, നന്നായി സംസാരിച്ചു, എന്താണ് ഇങ്ങനെ മദ്യാസക്തിക്ക് എന്താ നിങ്ങളുടെ അടുത്തുള്ള പരിപാടികൾ, എവിടെ നിങ്ങളുടെ മീറ്റിംഗ് നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പല ആളുകളും ഒരു സിനിമ കണ്ടു, ആ സിനിമ മദ്യാസക്തിനെ കുറിച്ചായിരുന്നു എന്ന് പറഞ്ഞു. TV-യിൽ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അന്ന് തന്നെ നമ്മൾ വിപുലമായ രീതിയിൽ അന്ന് അവൈലബിൾ ആയിരുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ എനെ കുറിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പകുതി പേരും അത്തരത്തിൽ എത്തിപ്പെട്ടവരാ. അന്വേഷിച്ച എല്ലാ ആളുകളും മദ്യാസക്തരൊന്നുമല്ല. മദ്യാസക്തരല്ലാത്ത ആളുകൾ ഡോക്ടർമാരെ അന്വേഷിച്ചു, പുരോഹിതന്മാര് നമ്മളുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചു. കാരണം അവരൊക്കെ ഇത് പബ്ലിക്കുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. വലിയ വലിയ വ്യവസായശാലകളിലെ ഓണർമാർ നമ്മളെ കുറിച്ച് അറിഞ്ഞു. മദ്യാസക്തി എന്ന് പറയുന്നത് ഒരു ഇൽനെസ്സാണ്, അല്ലെങ്കിൽ രോഗമാണെന്നുള്ള രീതിയിൽ നമ്മളവിടെ അവതരിപ്പിക്കുന്നു. അതിങ്ങനെ അലർജി ഉണ്ടാക്കുന്നുണ്ട്, അപ്പം അത് മാറ്റാനായിട്ടൊരു പരിപാടിയുണ്ട്, ഈ രീതിയിൽ ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുമ്പോൾ തങ്ങളുടെ വളരെ മികച്ച ജോലിക്കാർ അവരെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനും പാടില്ല, അവന്റെ കുടി നിർത്തിയാൽ അവൻ നല്ലവനാണെന്ന് കരുതുന്ന തൊഴിലുടമകളും അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രചാരണം നടത്തണം. ഒരു കാരണവശാലും എയുടെ പരസ്യങ്ങൾ കൊടുക്കാതിരിക്കുകയോ പബ്ലിക് ഇൻഫർമേഷൻ പരിപാടികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയോ ചെയ്യരുത്. കാരണം ആ പബ്ലിക് ഇൻഫർമേഷൻ പരിപാടികൾ കമ്മി ആയതുകൊണ്ടാണ് എനെ അറിയപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം എന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എത്ര അധികം ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മുടെ പൊതുജന സമ്പർക്ക രീതി അന്ന് ഇത്രയൊന്നും സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലമാണ്. ഇന്ന് ഒരു മനുഷ്യൻ മദ്യാസക്തിയെക്കുറിച്ചോ മദ്യത്തെക്കുറിച്ചോ അവൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവന്റെ മൊബൈലുകളിലേക്ക് സന്ദേശം കൊടുക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മൾ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് അടക്കമുള്ള ടൈം ലൈനുകളിൽ കയറി വരാനുള്ള സംഭവമുള്ള കാലഘട്ടം. അപ്പൊ ഇതൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലും ആൽക്കഹോളിക്സ് അനോണിമസിനെ എങ്ങനെ നന്നായി മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്തിക്കാം, പൊതുജനങ്ങളുടെ ഇടയിലേക്ക്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് അന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വേദനാജനകമായ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യകാലത്ത് ഇങ്ങനെയൊന്നല്ല കരുതിയിരുന്നത്. നമ്മൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പൊക്കെ ഒരു പ്രധാന പ്രശ്നം, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് വ്യക്തികളെ അവർ നന്നായിട്ട് ഇതിന് ഉപയോഗിച്ചിരുന്നു. പ്രധാനപ്പെട്ട പ്രശസ്തരായ വ്യക്തികളെയൊക്കെ അവരുടെ സംഘടന അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫെലോഷിപ്പിലുണ്ട്. ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റ്, അല്ലെങ്കിൽ പറയുന്ന മാറ്റമുണ്ടാക്കാനായിട്ട് ലോകത്തെ മൊത്തം അബ്സല്യൂട്ടുകളിലേക്ക് മാറ്റുക എന്ന രീതിയിൽ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുക എന്ന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വ്യക്തികൾ ഉപയോഗിച്ചിരുന്നു. അത്
നമ്മളും വേദനാജനകമായ അനുഭവങ്ങളിലൂടെയാണ് ഈ വ്യക്തികളെ മുന്നിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് കണ്ടു. ഇനി സാധാരണ മറ്റു മനുഷ്യർ പ്രചരിപ്പിക്കുന്ന പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നത് ആ രീതിയിലാണ് നമ്മൾ ആകർഷിക്കുന്ന തരമായിരിക്കണം. നമുക്കറിയാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾ മറ്റു മനുഷ്യർ അതിനോട് താല്പര്യപ്പെട്ട് വരണം എന്ന് പറയുകയാണ്. അപ്പൊ അതിന് എങ്ങനെയാണ് നമ്മൾ വേണ്ടത്? പലപ്പോഴും പ്രചാരണം നടത്തണം എന്ന് പറഞ്ഞു. അതേപോലെ ആകർഷണമാകണം. എങ്ങനെയാ പ്രചാരണം ആകർഷണമായിട്ട് നടത്താൻ പറ്റുക? അപ്പോ മറ്റുള്ള ആളുകളുടെ ഇടയിലൂടെ നമ്മൾ എങ്ങനെ ഈ ഒരു പരിപാടി, ഇത് രണ്ടും വിരുദ്ധ ധ്രുവങ്ങളിൽ നടത്തുകയാണ്. അപ്പൊ രാഷ്ട്രീയ പാർട്ടിയുടെ ഉദാഹരണമൊക്കെയാണ് പറയുകയാണ്. രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആ നേതാവിന്റെ മഹത്വത്തെയാണ് നിരത്തുക. അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ നമുക്കറിയാം, നന്നായി പ്രസംഗിക്കാൻ അറിയുന്ന ആളാണ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വരാറുള്ളത്. നേതൃത്വത്തിന് വലിയ പ്രാധാന്യമുള്ള സ്ഥലം തന്നെയാണ് അമേരിക്ക. അപ്പൊ അവിടെ ആ നേതാവിനെ കുറിച്ചും ആ നേതാവിനെയും അതിനെ തുടർന്നുള്ള പ്രസ്ഥാനത്തിന്റെ മഹത്വം ഇതെല്ലാമാണ് പറയാറ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. ഒരു നല്ല ധർമ്മസ്ഥാപനങ്ങൾ, അന്നുണ്ടായിരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളും ഒരു പ്രശസ്ത വ്യക്തിയുടെ ചിത്രം വെച്ചിട്ടാണ് ലെറ്റർ ഹെഡ് അടിക്കുക. അയാൾ എങ്ങനെ പറഞ്ഞു, ഇയാൾ എങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പം മത രാഷ്ട്രീയ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ മറ്റുള്ള മനുഷ്യരുടെ പ്രശസ്തിയെ തീർച്ചയായിട്ടും അവരൊക്കെ ആശ്രയിക്കുന്നുണ്ട്. ആശയങ്ങളുടെയും കാരണങ്ങളുടെയും പ്രതീകങ്ങളായവർ ജനത്തിന്റെ ആഴത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു. നാം അത് ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ പൊതുജനത്തിന്റെ കണ്ണിൽപ്പെടുന്നത് അപകടകരമാണ് എന്ന ആ ഒരു യഥാർത്ഥ അർത്ഥം അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. പ്രകൃത്യാ തന്നെ നമ്മളിൽ പലരും ഉത്തരവാദിത്തമില്ലാത്ത പ്രചാരകരാകാറുണ്ട്. ഇത്തരം പ്രചാരകർ നിറഞ്ഞ നമ്മുടെ സമൂഹത്തിന്റെ ദർശനം ഭയചകിതമായിരുന്നു. നാം പുതിയ അടവുകൾ സ്വയം പരിശീലിക്കേണ്ടതുണ്ട്. അപ്പോൾ അനിയന്ത്രതയുടെ പ്രചാരകരായിരുന്നു എന്ന പദം നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മറ്റ് കാര്യങ്ങൾ 12 അതാ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനൊന്നും എതിർക്കുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ, പുറത്ത് വിഷയങ്ങളിൽ അങ്ങനെ പെരുമാറരുത് രാഷ്ട്രീയക്കാർ. നമ്മൾ അങ്ങനെ സമൂഹത്തെ നന്നാക്കാൻ ഇറങ്ങി തിരിച്ചു വന്നല്ലേ. ഏഴയുടെ കാര്യങ്ങളേ ഉള്ളൂ. ആശയങ്ങളുടെയും കാരണങ്ങളുടെയും പ്രതീകങ്ങളായവർ ജനത്തിന്റെ, അവർ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടതൊക്കെ നിറവേറ്റി കൊടുക്കാറുണ്ട്. നമ്മളത് ഏക്കാർ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. നമ്മൾ പുറത്തെ വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ള നിലയിൽ. പക്ഷെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മറ്റു മനുഷ്യരെ അത്തരത്തിലേക്ക് നമുക്ക് വെക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് അപകടമാവുന്നത്? അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അനിയന്ത്രതയുടെ പ്രചാരകരാണ് നമ്മൾ. ഒരു കാര്യങ്ങളും നിയന്ത്രണമില്ലാതിരുന്ന ആളുകളാണ്. കുടിക്കുന്ന സമയത്ത് മദ്യം പോലും നിയന്ത്രണം വിട്ടുപോയ ആളുകളാണ്. ഒരു കാര്യത്തിലും ഉറച്ചിനി കുടിക്കില്ല എന്ന തീരുമാനം നിമിഷ നേരം കൊണ്ട് പോയിട്ട് വീണ്ടും ആ മേശക്കടിച്ച് ഞാൻ എങ്ങനെ കുടിച്ചു പോയി, എനിക്കറിയില്ല ഞാൻ എന്തിനാ കുടിച്ചതെന്ന് പറയുന്ന മദ്യാസക്തൻ. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അറിയാണ്. നമ്മൾ പ്രകൃത്യാ തന്നെ നമ്മൾ ഓരോ മദ്യാസക്തരും തമ്മിലുള്ള ബന്ധം അത് തന്നെയാണല്ലോ. ബില്ലിന്റെ ജീവിതവും നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് സാമ്യം കാണാനായിട്ട് സാധ്യമാണ്. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തമില്ലാത്ത പ്രചാരകരായി മാറുകയും നമ്മളുടെ ആളുകളി നമ്മുടെ രോഗത്തിന്റെ ഭാഗമാണ്, നമ്മുടെ വ്യക്തിത്വ വൈകല്യങ്ങളുടെ ഭാഗമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രചാരകർ നമ്മൾ സ്വയം ഇവിടെ ഒരു ആത്മവിമർശനം ആദ്യമേ നടത്തുകയാണ്. അല്ലെങ്കിൽ ഉണ്ടായ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം വിമർശനത്തെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ലേ? ഇത്തരത്തിൽ അനിയന്ത്രിതമായ പ്രചാരകർ നിറഞ്ഞ സമൂഹത്തിന്റെ ഏത് തരത്തിലാണ് ഈ അനിയന്ത്രിതമായ ആളുകൾ പ്രവർത്തിക്കുക എന്നുള്ളത് ഒട്ടും അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുതിയ അടവുകൾ കണ്ടെത്തണം. നമ്മുടെ സന്ദേശം മുന്നോട്ട് കൊടുക്കണം. പുതിയ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയും വേണം. ഈ പുതിയ അടവുകൾക്ക് ലഭിച്ച പ്രതിഫലം രസാവഹമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏറ്റവും മികച്ച മാധ്യമ വിദഗ്ധരുടെ മികച്ച പ്രവർത്തനങ്ങൾ തരുന്നതിലധികം പ്രശസ്തി ഇതിന്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടായി. ഏഴയ്ക്ക് പ്രസിദ്ധി ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് വ്യക്തവുമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ അത് നിർവഹിക്കട്ടെ എന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തി. അതിശയകരമായ വിധം അത് അവരത് ചെയ്യുകയും ചെയ്തു. ആചാര്യന്മാരായ വാർത്താ പ്രചാരകരും സംശയാലുക്കളായ വിദഗ്ധരും ചിലരങ്ങനെയാണ് ഏയുടെ സന്ദേശം പുറത്തറിയിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നാം കഥകളുടെ ഉറവിടം മാത്രമല്ല,
അവർ മറ്റെന്തോ ദർശിക്കുന്നുണ്ട്. വാർത്താ മാധ്യമ രംഗത്തെ സ്ത്രീ പുരുഷന്മാരായ അവർ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ്. വ്യക്തിപരമായ പരസ്യങ്ങൾ നിരസിച്ചത് ആദ്യം അവർക്ക് മനസ്സിലായില്ല. അനാമധേയത്താൽ നാം ശാഠ്യം പിടിച്ചത് അവർ ചിന്താകുഴപ്പമുണ്ടാക്കി. പെട്ടെന്ന് അവർക്ക് കാര്യം മനസ്സിലായി. ലോകത്ത് അപൂർവമായെന്തോ ഇവിടെ കാണാം. ഒരു സമൂഹം അതിന്റെ തത്വങ്ങളും പ്രവർത്തന രീതികളും പരസ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നു, വ്യക്തികളെ രംഗത്ത് എത്തിക്കുന്നുമില്ല. മാധ്യമങ്ങൾ ഈ സമീപനം ഇഷ്ടപ്പെട്ടു. തീക്ഷ്ണതയുള്ള ഒരു അംഗത്തെക്കാളും അത്യുത്സാഹത്തോടെ നമ്മുടെ സുഹൃത്തുക്കൾ AI കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. നമ്മളതിന്റെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു പരിശോധന. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മാധ്യമ വിദഗ്ധര നല്ല രീതിയിൽ AI കുറിച്ച് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, എക്ക് അനോണിമിറ്റി ഒന്നുമില്ല. എന്നുള്ളത് തീർച്ചയായിട്ടും മറ്റു മനുഷ്യരുടെ ഇടയിലേക്ക് എത്രത്തോളം എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം. സോറി. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവിടെ പല ആൾക്കാർക്കും സംശയങ്ങൾ ഉണ്ടായി ആ സമയത്ത്. കാരണം വളരെ നിസ്സാരമായ കടലാസ സംഘടനകൾ പോലും അവരുടെ നേതാവിന്റെ വാർത്തകൾ പുറത്തു പറയുന്ന കാലം. ആ രീതിയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്ന് പറയുകയും വാർത്തകൾ വരാനായിട്ട് ആഗ്രഹിച്ചു നടന്നു, മറ്റുള്ളവർ അറിയട്ടെ എന്ന രീതി തന്നെയാണല്ലോ. ഇവിടെയാണ് വാർത്തകൾ കൊടുക്കാൻ അവർ തയ്യാറായിരിക്കുമ്പോഴും അവരോട് പറയുകയാണ്, ഒരു വ്യക്തിയെ കുറിച്ചും നിങ്ങൾ പരസ്യപ്പെടുത്തരുത്, ഞങ്ങൾ വ്യക്തികൾ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അത് ഭയങ്കര അത്ഭുതമായി. അത് ബില്ലിന്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്ന അന്നത്തെ ബില്ലിന്റെ വലിയൊരു തന്ത്രം, ഒന്ന് അനിയന്ത്രിത പ്രചാരകരായിരുന്നു എന്നതിനപ്പുറം AI കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ കാരണമായ ഒരു കാര്യവും കൂടിയായിരുന്നു അത്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, പെട്ടെന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പേരെടുക്കാനായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്നൊരു ഫെലോഷിപ്പ് വരികയാണ്. ആ ഫെലോഷിപ്പ് അവിടെ വ്യക്തികളെ ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ ഇതിന്റെ സന്ദേശം പുറത്തേക്ക് എത്തിക്കണം എന്ന് മാധ്യമങ്ങളോട് ആവശ്യപ്പെടുകയാണ്. വ്യക്തികളെ കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട. അവർക്ക് ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ ഇതെന്താ അവരിങ്ങനെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു. പിന്നെ അവർക്ക് കാര്യം മനസ്സിലായി, അത് അപൂർവമായ ഒന്നാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ കൂടുതലായിട്ട് കൊടുക്കാൻ തുടങ്ങുകയാണ്. മറ്റുള്ള ആളുകളെക്കാൾ കൂടുതലായിട്ട് വാർത്താ പ്രാധാന്യം വലിയ രീതിയിൽ AI കുറിച്ചുള്ള പബ്ലിക് ഇൻഫർമേഷനൊക്കെ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ഒരു വാർത്ത എന്ന് ബില്ല് പറയാറുണ്ട്. ആ കൊടുത്ത കാര്യങ്ങൾ അത്രയധികം പരിശോധനകൾക്ക് വിധേയമായിട്ടായിരുന്നു പബ്ലിഷ് ചെയ്തത്. ജാക്ക് അലക്സാണ്ടറുടെ ലേഖനമായിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും നേരിട്ട് പോയി കണ്ട് അവർ എഴുതിയ കുറിപ്പുകൾ ബില്ലിന് അയച്ചു കൊടുത്ത് ബില്ല് വീണ്ടും അത് വായിച്ച് തിരിച്ച് ചില തിരുത്തുകളൊക്കെ വരുത്തി ആ രീതിയിലായിരുന്നു ആ ലേഖനം വന്നതെന്നുള്ളത്. അതിന്റെ ഒരു മാറ്റമാണ് ആ ജനങ്ങളുടെ തൊഴുക്കുണ്ടാവാൻ കാരണം. ഏതെങ്കിലും ഒരു വഴിപാടായിട്ട് വാർത്ത കൊടുക്കുകയല്ല നമ്മൾ ചെയ്തത്. ജസ്റ്റ് ഒരു സ്ഥലത്ത് ഒരു 4 കോളത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു കോളത്തിലോ ഒതുങ്ങുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനം ഇങ്ങനെയാണെന്ന് പറഞ്ഞ വാർത്തയല്ല. ആ കാലത്ത് തന്നെ അമേരിക്കയിലെ ലീഡിംഗ് പത്രങ്ങളിലും മാസികകളിലും ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് വലിയ ലേഖനങ്ങൾ വരാൻ തുടങ്ങി. അന്ന് എളുപ്പമായിരുന്നില്ല ആ കാലത്ത് ഇത്രയും ഒരു പുതുതായിട്ട് വന്ന ഒരു ഫെലോഷിപ്പ്, ആ ഫെലോഷിപ്പിനെ കുറിച്ച് വാർത്തകൾ വരിക. അപ്പൊ നമ്മൾ സാധ്യമായ എല്ലാ മാർഗങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് AI അപൂർവമായ ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണ്. വ്യക്തികളെ നമ്മൾ പുറത്തെത്തിക്കുന്നില്ല, പക്ഷെ എന്താണ് നമ്മളെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയാണ് മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞു. തീക്ഷണതയുള്ള ആ ഒരു അംഗത്തെക്കാളും ഉത്സാഹത്തോടു കൂടി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇത് മനസ്സിലാക്കിയിട്ട് കൂടുതൽ AI റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ അവരോട് നമ്മളെക്കുറിച്ച് പറയുന്ന രീതി, ഏത് രീതിയിലാണ് നമ്മൾ മാധ്യമങ്ങളിൽ നമ്മളെ അവതരിപ്പിക്കുന്നത്, അതിൻ്റെ പ്രാധാന്യം, അതിന് നമ്മൾ കൊടുക്കുന്ന പ്രൊഫഷണലിസം, ഇതെല്ലാം നമ്മളുടെ വാർത്തകൾ പ്രതിഫലിക്കാൻ പറ്റും. അവിടെയാണ് ശരിക്കും നമ്മുടെ മിടുക്ക് നമ്മൾ കാണിക്കേണ്ടതെന്ന് പറയാറുണ്ട്. നമ്മുടെ എല്ലാവിധത്തിലുമുള്ള കണക്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വളരെ നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ AI അംഗം എന്ന നിലയിലല്ലാതെ എത്ര വാർത്തകൾ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത്
തീർച്ചയായിട്ടും ഒരു ആത്മപരിശോധന നമ്മളുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ട്, നമ്മൾ അതിന് തയ്യാറായിട്ടുണ്ടോ, നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ ആവശ്യപ്പെടാറുണ്ടോ എന്ന ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട്. ഏതൊക്കെ രീതിയിലാണ് എഐക്ക് വേണ്ടിയിട്ട് എഐനെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വ്യക്തികളെ കാണിക്കാതെ തന്നെ അനോണിമിറ്റിയെ പാലിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പ്രൊഫഷണൽ രീതിയിൽ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിനെ ഇനിയും മറ്റു മനുഷ്യരുടെ അടുത്തേക്ക്, സഹായം ആവശ്യമുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കേണ്ട പ്രവർത്തനങ്ങൾ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവർ ചെയ്തിരുന്നതിൻ്റെ ഒരു 10% പോലും നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും വിഭാവനം ചെയ്ത സുബോധജീവിത ആശംസകൾ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ഉണ്ണിച്ചേട്ടാ. താങ്ക് യു ഉണ്ണിച്ചേട്ടനും ഷിബിച്ചേട്ടനും